ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചക്കുളം ക്ഷേത്ര പരിസരത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാദരം അറിയിച്ചുകൊള്ളുന്നു. ഇത് ഒരു മതത്തിൻ്റെ സന്ദേശമല്ല, മാറ്റത്തിൻ്റെ സന്ദേശവുമല്ല. മഹാദൈവത്തിൻ്റെ മടിത്തളം വിട്ട്, മാലാഖമാരുടെ ആരാധന വിട്ട്, മഹീതലത്തിൽ മറിയത്തിൻ്റെ മകനായി മണ്ണിൽ അവതരിച്ച്, മാനവമധ്യേ പാവന ജീവൻ നയിച്ച്, മരക്കുരിശിൽ മരിച്ച്, മണ്ണിൽ അടക്കപ്പെട്ട്, മഹത്വം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം തൻ്റെ ശിഷ്യരെ വിളിച്ച് അരുളി ചെയ്തു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങൾ ഉപദേശമൊക്കെയും പഠിപ്പിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കുകയും. സമസ്ത ജനതയും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട സന്ദേശമാണ് സുവിശേഷം. ഈ സവിശേഷമായ വിശേഷം പാരിലെ മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമകാരുണ്യവാനായി ദൈവം ഒരുക്കിയ പവിത്രപത്രിയുടെ ആവിഷ്കരണമാണ്. അത് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിലാണ്. അതുകൊണ്ടാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിനെ പരിശോധിക്കുമ്പോൾ ബൈബിൾ ഇതര മതഗ്രന്ഥങ്ങളെ പോലെ ഒരു മതഗ്രന്ഥമല്ല പ്രിയരെ. ലോകത്ത് അനവധി മതങ്ങളുണ്ട്. ഓരോ മതങ്ങൾക്കും അവരവരുടെ മതസംഹിതകളുണ്ട്. ഇന്ത്യയിലെ ആര്യന്മാർക്ക് 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ബ്രഹ്മാണങ്ങൾ, ആരണ്യങ്ങൾ, 18 വാല്യങ്ങൾ ഭഗവത്ഗീത, 18 പർവ്വങ്ങൾ മഹാഭാരതം, 24 അഷ്ടമ ആധ്യാത്മിക രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളുണ്ട്. പാഴ്സി മതത്തിന് ഒരു മതഗ്രന്ഥമുണ്ട്, സന്തവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1000ഓളം ഗീതകളാൽ സ്വരാഷ്ട്ര വിരചിതമായിരിക്കുന്ന, പകലിക ഭാഷയിൽ വിരചിതമായിരിക്കുന്ന സന്തവസ്ഥയുണ്ട്. അതുപോലെ ബുദ്ധമതത്തിന് ഒരു മതഗ്രന്ഥമുണ്ട്, ത്രിപിടകം എന്നാണ് വിളിക്കുന്നത്. സുത്തപിടകം, വിനായക പിടകം, അവധർമ്മപിടകം എന്നിങ്ങനെ 3 പിടകങ്ങൾ അടങ്ങുന്ന ത്രിപിടകമാണ് ബുദ്ധമതത്തിന്റെ മതഗ്രന്ഥം. അതുപോലെ ഇന്ത്യയിലെ മറ്റൊരു മതമായിരുന്ന ജൈനമതത്തിന് ഋഷ്യപദേവൻ എന്ന് പറയുന്ന മഹർഷിയാണ് ജൈനമതം സ്ഥാപിച്ചതെങ്കിലും അതിൻ്റെ 84ഓളം ചെറു ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രചാരത കൊടുത്തത് വർദ്ധമാന മഹാവീരനാണ്. അതിനുശേഷമുണ്ടായ മറ്റൊരു മതമാണ് നാം അറിയുന്ന പോലെ ഇസ്ലാം. സലാം എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന പദമുണ്ടായത്. സലാം എന്ന വാക്കിന്റെ അർത്ഥം കീഴടങ്ങുക, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ആ മതത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിക്ക് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അഥവാ സ്വർഗത്തിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതും ആയത്തുകളായി ഇറക്കിക്കൊടുത്തതുമായിരിക്കുന്ന ഖുറാൻ 6666 വാക്യങ്ങൾ ഖുറാൻ ലഭിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനുശേഷമുണ്ടായ മറ്റൊരു മതമാണ് അഥവാ സിഖ് മതം. ഗുരുമുഖി എന്ന പ്രത്യേക ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സിഖ് മതഗ്രന്ഥം ഗ്രന്ഥസാഹിബാണ്. ഈ ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അവയുടെ ഉത്പത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ആയത്തുകളായി ഇറക്കി കിട്ടിയെന്നും, അതുപോലെ മനസ്സാകുന്ന സമുദ്രം കടച്ചെടുത്തുവെന്നും, അതുപോലെ അത്ഭുതാപകമായിരിക്കുന്ന ഉത്ഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ അങ്ങനെയല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യർ തന്നെ എഴുതിയെന്നാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഇന്നോളം ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്നറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദ്വീപസമൂഹം, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഇരുന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യം എഴുതി ചേർത്തതാണ് ബൈബിൾ എന്ന് വരികിലും ആദിയോട് അന്തം പരിശോധിച്ചാൽ ഒരു എഴുത്തുകാരൻ ഒരിരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലിക എഴുതിയതുപോലെ തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്ന ഏകഗ്രന്ഥമാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നുവെന്നോ, മനസ്സാകുന്ന സമുദ്രം കടച്ചെടുത്തുവെന്നോ, സ്വർഗത്തിൽ നിന്ന്
അഥവാ ആയത്തുകളായി ഇറക്കി കിട്ടിയെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നത് വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. അതുകൊണ്ട് തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് അറിഞ്ഞുകൊള്ളണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതാത് കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ വരികയും അവരോട് കൂടെ ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ ബുദ്ധിമൂശിയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ ക്രോഡീകരണമല്ല ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ബൈബിളിൽ 2-ാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, ഇസ്രായേലിന്റെ തലക്കനം വന്ന മോശയെ വിളിച്ച് BC 1440 കാലഘട്ടങ്ങളിൽ ദൈവം പറഞ്ഞു, മോശെ, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കും. ഞാൻ ഈ ഉച്ചഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ ശബ്ദത്തെ ഉച്ചത്തിൽ കേൾപ്പിക്കുന്ന പോലെ ദൈവം മനുഷ്യനെ മാധ്യമമായി ഉപയോഗിച്ച് ജീവനുള്ള ദൈവം ഈ മനുഷ്യനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. എപ്പോൾ സംസാരിച്ചു? വീണ്ടും ബൈബിളിൽ തന്നെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം കാലങ്ങൾ കൊണ്ട് പണ്ട് അരുളി ചെയ്തു. പഴയ നിയമം എന്ന് ക്രൈസ്തവർ വിളിക്കുന്ന യഹൂദന്റെ തിരുവെഴുത്തായിരിക്കുന്ന 22 പുസ്തകങ്ങൾ, ക്രൈസ്തവർ വിളിക്കുന്ന 39 ഗ്രന്ഥങ്ങൾ, ഇത് ദൈവം സംസാരിച്ചു. ദൈവം അഥവാ പ്രവാചകന്മാരോട് സംസാരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അന്ത്യകാലത്ത് പുതിയ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു താൻ അയച്ച പരിശുദ്ധാത്മാവിലൂടെ താൻ അരുളി ചെയ്തതും പരിശുദ്ധാത്മാവിൽ തന്റെ ശിഷ്യന്മാരോട് കൂടെ സംസാരിച്ചതുമായ വചസ്സുകളെ ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ 40ഓളം എഴുത്തുകാരുണ്ട്. ഈ 40ഓളം എഴുത്തുകാർ പരസ്പരം കണ്ടിട്ടില്ല പ്രിയരെ. ബൈബിളിന്റെ ചരിത്രം പരിശോധിച്ചാൽ, തലമുറകളെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ആദാം എന്ന ആദിമ മനുഷ്യൻ മുതൽ അഥവാ നോഹ വരെ 10 തലമുറകളുടെ വ്യത്യാസമുണ്ട്. നോഹയും ആദാമും തമ്മിൽ ആലോചിച്ചെഴുതുക അസാധ്യമാണ്. നോഹ മുതൽ അബ്രാഹാം വരെ ഏകദേശം 10 തലമുറയുടെ വ്യത്യാസമുണ്ട്. അവർ പരസ്പരം കണ്ടിട്ടില്ല, അവർക്ക് ആലോചിച്ചെഴുതുക അസാധ്യമാണ്. അതുപോലെ അബ്രാഹാം മുതൽ നാം അറിയുന്ന പോലെ ദാവീദിന്റെ കാലഘട്ടം വരെ 14 തലമുറ വ്യത്യാസമുണ്ട്. അബ്രാഹാമും ദാവീദും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. ദാവീദ് മുതൽ ബാബേൽ പ്രവാസ കാലഘട്ടം അർത്ഥാൽ ദാനിയേലിന്റെ കാലഘട്ടം വരെ 14 തലമുറ വ്യത്യാസമുണ്ട്. അവരും കണ്ടുമുട്ടുക അസാധ്യമാണ്. ദാനിയേലിന്റെ കാലഘട്ടം BC 500 മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ക്രിസ്തു ശിഷ്യന്മാരും തമ്മിൽ ഏകദേശം 14 തലമുറകളുടെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യം എഴുതിച്ചാർന്ന ബൈബിൾ എന്ന് വരികിലും നിങ്ങൾ ആദ്യോടന്തം പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികാൽ എഴുതിയതുപോലെ തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. സംശയമുള്ളവർക്ക് ബൈബിളിലെ 1-ാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും അതുപോലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകവും ഒരുമിച്ച് വെച്ച് വായിച്ചാൽ ഞാൻ പറഞ്ഞ സത്യം സുവ്യക്തമായി തീരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്, ഇത് എഴുതുവാൻ ഉപയോഗിച്ച ധാതുവിൽ നിന്നാണ് ആ പേരുണ്ടായത്. ഗ്രീക്ക് എബ്രായ ഭാഷയിൽ തുകൽ ചുരുളുകൾ എഴുതിയിരുന്ന ദൈവത്തിന്റെ പഴയ നിയമ ഗ്രന്ഥങ്ങൾ അഥവാ പുതിയ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുവാൻ BC 250 കാലഘട്ടങ്ങളിൽ എസ്രാ ശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ അഥവാ ആവശ്യപ്പെട്ടതിനും പ്രകാരം അതിൽ ഉപയോഗിച്ചത് നൈൽ നദീ തടങ്ങളിൽ വളരുന്ന പാപ്രസ് എന്ന ചെടിയുടെ തണ്ട് അത് പൊളിച്ചെടുത്ത് അതിൽ എഴുതുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പേപ്പർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഗ്രീക്കിൽ അതിന് ബിബ്ലിയോസ് എന്ന് വിളിക്കും. അനവധി കഷ്ണങ്ങളെ കൂട്ടിവെച്ച പുസ്തകങ്ങൾക്ക് ടാ ബിബ്ലിയ എന്ന് വിളിക്കും. ടാ ബിബ്ലിയ എന്ന പദം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ജെറോം ബുക്സ് എന്ന് വിളിച്ചു. അതിനെയാണ് നാം ബൈബിൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ബൈബിളിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്, ദൈവം തന്നെ ഇതിന് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുസ്തകമെന്നാണ്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ദൈവത്തിന്റെ പുസ്തകമെന്ന് ദൈവം അവകാശപ്പെട്ടൊരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. യെശയ്യാ പ്രവാചകൻ BC 700 കാലഘട്ടങ്ങളിൽ എഴുതി വെച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ
നിങ്ങൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലോ കൂട്ടിവരുത്തിയത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിവരുത്തിയ പുസ്തകം. എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഒരു വ്യക്തി ഒരു സ്ഥലത്തിരുന്ന് ഒരു സമയത്ത് ഒരേ തൂലികാൽ എഴുതിയതുപോലെ ഇത് അണയ്ക്കപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് അപ്പസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത്: എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ മനുഷ്യരോട് സംസാരിക്കേണ്ട കാര്യങ്ങളെ ദൈവം തന്റെ പ്രവാചകങ്ങളോട് സംസാരിച്ചു. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഈ മനുഷ്യനെങ്ങനെ കുടുംബമായി, കുടുംബങ്ങൾ എങ്ങനെ ഗോത്രങ്ങളായി, എങ്ങനെയാണ് ഭാഷകൾ ഉണ്ടായത്, എങ്ങനെ ഭാഷാഭേദങ്ങൾ ഉണ്ടായി, ഇവിടെ എങ്ങനെയാണ് രാജ്യങ്ങൾ ഉണ്ടായത്, അതെങ്ങനെ സാമ്രാജ്യങ്ങളായി തീർന്നു, സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് തളർന്നു താളടിയായത്, എങ്ങനെയാണ് ധനാധിപത്യം വന്നത്, ഇനി ഇതൊരു ഏകാധിപത്യത്തിലേക്ക് പോകുമോ, ഈ യുഗത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു, മരണത്തിനപ്പുറം മനുഷ്യന് ജീവിതമുണ്ടോ, ഒരു സ്വർഗമുണ്ടോ, ഒരു നരകമുണ്ടോ, ഒരു ന്യായവിധിയുണ്ടോ, മനുഷ്യന്റെ നിത്യത എങ്ങനെയായിരിക്കും, ഇത്യാദി കാര്യങ്ങളെല്ലാം ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യരോട് അറിയിച്ചിരിക്കുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൈബിൾ എന്ന് പറയുന്നത് കേവലം അഥവാ ഒരു മതഗ്രന്ഥമല്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥം ആർക്കും വായിക്കാം എന്ന് പറഞ്ഞ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നത്, ഈ പുസ്തകം വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. അനുവാചകരെയും ശ്രോതാക്കളെയും അനിശ്വരവർത്താക്കളെയും ഒരുപോലെ ഭാഗ്യവാന്മാരാക്കി തീർക്കുന്ന പവിത്രവാക്യ സംഹിതയാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. എന്നാൽ നാം മറ്റു മതഗ്രന്ഥങ്ങളെ പരിശോധിച്ചാൽ, മനുസ്മൃതിയൊക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ അതിന്റെ 5-ന്റെ സൂക്തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശൂദ്രമക്ഷരം സംയുദ്ധം ദൂരത പരിവർച്ചേ. ശൂദ്രൻ വേദം ഗ്രഹിച്ചാൽ അവന്റെ ഗാത്രം വളരണം, വേദം ഉരുവിട്ടാൽ അവന്റെ നാവറക്കണം, വേദം കേട്ടുപോയാൽ അവന്റെ ചെവിയിൽ ഈയവും അരിക്കും ഒരുക്കി ഒഴിക്കണം. നടക്കുന്ന പട്ടട മാത്രമാണ് എന്ന് പറഞ്ഞ് വിപ്ര, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് വിവിധ ഭാഗങ്ങളാക്കി തിരിച്ച് ഒരു കാലഘട്ടത്തിൽ അക്ഷരം വിലക്കപ്പെട്ട് അടിമത്തത്തിന് വിധിക്കപ്പെട്ടിരുന്ന ലോക ജനതയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ ലോക ജനതയിൽ എവിടെയെല്ലാം ഈ ദൈവത്തിന്റെ തിരുവെഴുത്തെത്തിയോ അവിടെയെല്ലാം മാറ്റത്തിന്റെ മാറ്റം മുഴങ്ങിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ അന്ധകാര ഭൂഖണ്ഡം എന്ന പരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയുടെ അന്തർമേഖല കടന്നു ചെന്ന് അവിടെയുള്ള മർത്യബുക്കുകളെ മാനവ സ്നേഹികളാക്കി മാറ്റിമറച്ച ബൈബിൾ ഒരു കാലഘട്ടത്തിൽ മായാ ഇങ്കാ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായിരുന്ന അമേരിക്കയുടെ മായികമായ മണ്ണിൽ ചെന്ന് അവിടെയുള്ള മായന്മാരെ മാനത്തേക്ക് ഉയർത്തി മതിമുഖത്തിറക്കി മതിമൂന്ന് മണ്ണും കല്ലും കൊണ്ടുവന്ന് മനുഷ്യരെ കാണിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുന്ന മതിമാന്മാരാക്കി തീർത്ത ബൈബിൾ ഒരു കാലഘട്ടത്തിൽ ആംഗ്ലോ സാക്സൺ ബാർബേറിയൻ വർഗത്തിൽപ്പെട്ട യൂറോപ്പിലെ അപരിഷ്കൃത ജനതയെ അറിവ് നൽകി ആവേശം നൽകി ഇന്ന് കാണുന്ന ശാസ്ത്ര പടുക്കളാക്കി തീർത്ത ബൈബിൾ ഒരു കാലഘട്ടത്തിൽ കാടത്തത്തിന്റെയും കാപാലികതയുടെയും കുടിയെടുപ്പ് മേഖലയെന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അറേബ്യൻ കാടുകളിൽ ചെന്ന് അവിടെയുള്ള കാടന്മാരായ അറിവുകളെ കഴുതപ്പുറത്ത് കാണ്ടിലാക്ക് കാറുകളിലേക്കും കുടികളിൽ കൊട്ടാരങ്ങളിലേക്കും പറഞ്ഞയച്ച ഈ ബൈബിൾ ഒരു കാലഘട്ടത്തിൽ ഔവയാർ എന്ന പാണത്തി പാടിയ മണ്ണിൽ ഒരു ശരി പെരിയിലാർന്ന് കുറവൻ പാടിയ മണ്ണിൽ പറയനും പാണനും കുറവനും പാടുവാനോ പഠിക്കുവാനോ അവകാശമില്ല എന്ന് എഴുതി വെച്ചുകൊണ്ട് അഥവാ 16 അടി 32 അടി അതുപോലെ 64 അകലത്തിൽ ഹോയ് ഹോയ് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ അർത്ഥാൽ കേരളത്തിൽ. എന്നാൽ ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ അക്ഷരം പഠിപ്പിക്കുവാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന പോലെ പടുകൂറ്റം പള്ളികളെല്ലാവരും കെട്ടിപ്പൊക്കിയത്. പള്ളിയോട് ചേർത്ത് കൂടങ്ങൾ ഉണ്ടാക്കി സമയം പള്ളിക്കൂടം. ഈ പള്ളിക്കൂടത്തിൽ ചെന്ന് 10 അക്ഷരം പഠിച്ചത് കൊണ്ടല്ലേ പൽപു ഡോക്ടർ പൽപു ആയത്, അതുകൊണ്ടല്ലേ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ആയത്, അതുകൊണ്ടല്ലേ ജഗജുര കേന്ദ്ര ക്യാബിനറ്റ് കണ്ടത്. അണ്ണാധുലയും കരുണാനിധിയും മായാവതിയും ലല്ലു പ്രസാദ് യാദവും എന്തിനേറെ പറയുന്നു നമ്മുടെ ബഹുമാനിതനായ പ്രധാനമന്ത്രി മോദിജിയും അതുപോലെ അമിത്ഷായും ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി സാറിനും ഈ മന്ത്രിമാർക്കെല്ലാം വിദ്യാഭ്യാസം കിട്ടിയത് പണ്ടെല്ലാം ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ ബ്രാഹ്മണന് മാത്രം വിദ്യ അഭ്യസിക്കാൻ പാടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നുവെങ്കിൽ ഇവർക്കാർക്കെങ്കിലും വിദ്യാഭ്യാസം നേടുവാൻ കഴിയുമോ? ഇന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ ഉണ്ടാക്കിയ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം കൊണ്ടല്ലേ നമ്മുടെ രാജ്യം ഇത്ര പുരോഗതിയിലേക്ക് പോയത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത,
ഇന്ന് ക്രൈസ്തവ മതം അതൊരു വ്യവസായമാക്കി മാറ്റിയിരിക്കുകയാണ്. വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുന്നതിന് ക്രിസ്തുവിന്റെ ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളോ യഥാർത്ഥ ക്രിസ്ത്യാനികളോ ഒരിക്കലും അതിന് ഉത്തരവാദികളല്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ വിദ്യാഭ്യാസം എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം ആതുര സേവനങ്ങൾ ഉണ്ടായി. ഇന്ന് കാണുന്ന ആശുപത്രികൾ, അതുപോലെ തന്നെ റെഡ് ക്രോസ് സൊസൈറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ, ആധാരങ്ങളെല്ലാം ഉണ്ടാകുവാൻ കാരണം മനുഷ്യനോടുള്ള സ്നേഹമുണ്ടാകുവാൻ കാരണം ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ ലോകത്തെല്ലാം വ്യാപരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു മതഗ്രന്ഥമല്ല പ്രിയരെ. അതുകൊണ്ടാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അഥവാ ഈ ദൈവഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഗ്രന്ഥം ഏതൊരു ബുദ്ധിക്കും അഥവാ വിശകലനം ചെയ്ത് പഠിക്കുവാൻ കഴിയുന്നതാണ്. കാരണം ഇന്നോളം വിവർത്തനങ്ങളെ ഭയക്കാത്തൊരു പുസ്തകം പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ മറ്റുള്ളവർ വായിക്കുവാൻ അവരുടെ അഥവാ ആ വിശ്വാസക്കാർ അഥവാ അതിന്റെ ഉപജ്ഞാതാക്കൾ മടിക്കുന്നതിന്റെ കാരണം അതിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് നമുക്ക് തമ്മിൽ വാദിക്കാമെന്നാണ്. ബൈബിളിനെതിരെ വരുന്ന എല്ലാ എതിർ നിരൂപണങ്ങളെയും സംഘർഷം സ്വാഗതം ചെയ്ത് എതിർ നിരൂപണത്തിന്റെ ചക്കിലിട്ട് ചരിച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കി പുറത്തെടുത്ത് ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ചരിത്രം ശമിച്ചുകൊണ്ട് ചരിത്രത്തിലൂടെ മുന്നേറുന്ന ചരിത്രം കണ്ട സാഹചര്യ വിശേഷമാണ് ബൈബിൾ. അതുകൊണ്ടാണ് ബൈബിളിനെ വെല്ലുവിളിച്ചവർ സാധാരണക്കാരും നല്ല പ്രിയരെ. ഇവിടെ കാണുന്ന യുക്തിവാദികളുടെ ആചാര്യന്മാരായിരിക്കുന്ന പവനനോ ഇടമറുകോ അല്ല. ഇവരുടെ എല്ലാം തലത്തട്ടപ്പന്മാരെന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന വോൾട്ടയർ, ഇംഗർസോൾ, ഇമ്മാനുവേൽ കാന്റ്, വില്യം ഓൾബ്രൈറ്റ് തുടങ്ങിയവരാണ് ബൈബിളിനെ വെല്ലുവിളിച്ചത്. അതിൽ 12 PhD ഉടമയായ വില്യം ഓൾബ്രൈറ്റ് വെല്ലുവിളിച്ചു. അബ്രാഹാം എന്ന് പറയുന്ന വ്യക്തി ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും ഇസ്ലാമിയരുടെയും പൂർവ്വപിതാവ് എന്ന് പറയുന്ന അബ്രാഹാം ജീവിച്ചിരുന്നില്ല എന്ന് ഞാൻ തെളിയിക്കുമെന്നാണ് 12 PhD ഉടമയായ വില്യം ഓൾബ്രൈറ്റ് വെല്ലുവിളിച്ചത്. യഹൂദന്മാരും അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ഒരു വെല്ലുവിളി അങ്ങ് നടത്തുന്നുവെങ്കിൽ അങ്ങ് അതിന്റെ തെളിവുകളുമായി തിരഞ്ഞു വരുമ്പോൾ അഥവാ അത് ജയിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക് വരണം. അവിടെ ഞങ്ങൾ അങ്ങേക്ക് വീരോചിതമായിരിക്കുന്ന ഒരു സ്വീകരണം നൽകുന്നതായിരിക്കും. കാരണം ദൈവ തിരുവചനത്തിനെ വിശ്വസിക്കുന്ന യഹൂദനാണ് ഇപ്രകാരം പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, എന്നതുപോലെ തന്നെ ഈ വലിയ വെല്ലുവിളിയും ഏറ്റെടുത്തുകൊണ്ട് 12 PhD ഉടമയായ വില്യം ഓൾബ്രൈറ്റും തന്റെ പരിവാരങ്ങളും നേരെ കടന്നുപോയി. അബ്രഹാം ജീവിച്ചിരുന്നുവെന്ന് ബൈബിൾ പറയുന്ന ദക്ഷിണ മെസൊപ്പൊട്ടാമിയ ദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് 3.5 വർഷക്കാലം ഖനനം നടത്തി. അവിടുന്ന് കണ്ടെടുത്ത കഴിഞ്ഞ കാല കഥകൾ പറയുന്ന കളിമൺ പലകഥകളും കാമികലാ വസ്തുക്കളും കൊണ്ട് നേരെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ പറഞ്ഞു ബൈബിൾ അഥവാ ചരിത്രപരമല്ല എന്ന്. എന്നാൽ ഇന്നു മുതൽ ഞാൻ പറയുന്നു ബൈബിൾ ചരിത്രപരമാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി BC 1116 BC 994 ഇടയ്ക്ക് 175 വർഷം ജീവിച്ചിരുന്നുവെന്ന് യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അനവധി ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഫ്രം സ്റ്റോൺ ഏജസ് ടു ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചരിത്രപരമായി പറഞ്ഞാൽ ഇന്നും ചരിത്ര സത്യങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നാം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ സർഗോൺ എന്നൊരു രാജവംശത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടം വരെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക 8-ാം വോളിയത്തിൽ രേഖപ്പെടുത്തിയത് ഇത് ബൈബിളിൽ പറ്റിയ തെറ്റാണ്. സർഗോൺ എന്ന് പറയുന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നില്ല എന്നാണ്. എന്നാൽ ഫ്രഞ്ച് നദി മോസൽ ഓർസാബാദിൽ നടത്തിയ പഠനഫലമായി സർഗോൺമാരുടെ കൊട്ടാരം കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ജനീവയ്ക്ക് ഏകദേശം 20 കിലോമീറ്റർക്ക് വടക്ക് മാറി 25 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന സർഗോൺമാരുടെ കൊട്ടാരം കണ്ടെത്തി. അതിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സർഗോൺ 1-ാമൻ, സർഗോൺ 2-ാമൻ, സർഗോൺ 3-ാമനാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക 9-ാമത്തെ വോളിയത്തിൽ അവർ തിരുത്തി എഴുതി, ബൈബിളിനല്ല തെറ്റുപറ്റിയത് സർവവിജ്ഞാന കോശത്തിനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, സർവവിജ്ഞാന കോശം തിരുത്തേണ്ടി വരും. എന്നാൽ ബൈബിൾ ഒരിക്കലും തിരുത്ത് ആവശ്യപ്പെടാത്ത പുസ്തകമാണ്. അതുകൊണ്ടാണ് ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ ബൈബിളിനെ സംബന്ധിച്ച്
ചരിത്രപരമായി പറഞ്ഞാൽ ചരിത്രത്തിൽ അടിത്തറയിട്ട് ചരിത്രം ചമച്ച് ചരിത്രത്തിൽ മുന്നേറുന്ന ചരിത്രം കണ്ട സാഹചര്യ വിശേഷമാണ് ബൈബിൾ. ബൈബിളിന്റെ ചരിത്രപരതയെ പരിശോധിച്ചാൽ അനവധി കാര്യങ്ങൾ ദിവസങ്ങളോളം നിന്ന് വിവരിക്കുവാൻ എനിക്ക് കഴിയും. എന്നാൽ സമയക്കുറവ് കൊണ്ട് ബൈബിളിന്റെ ശാസ്ത്രീയതയും ചോദ്യം ചെയ്ത ഒരു സാധാരണക്കാരല്ലാത്ത അത്യുന്നതന്മാരായിരിക്കുന്ന യുക്തിവാദികൾ, പ്രത്യക്ഷവാദികൾ, നിരീശ്വരവാദികൾ തുടങ്ങിയവരാണ് ബൈബിളിന്റെ ശാസ്ത്രീയ ചോദ്യം ചെയ്തത്. എന്നാൽ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം നാം പരിശോധിച്ചാൽ ഇവരെല്ലാം ജീവിക്കുന്ന ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചാൽ ഇന്നേക്ക് 5000 ആണ്ടുകൾക്കപ്പുറത്ത് അഥവാ നൈൽ നദീതടങ്ങളിൽ വസിച്ചിരുന്ന ജനത വിശ്വസിച്ചിരുന്നത് ഈ ഭൂമി നിൽക്കുന്നത് എന്ന് പറയുന്നത് കാണപ്പെടാത്ത 5 തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്നാണ്. കുറെ കൂടി അപ്പുറത്തേക്ക് ചെന്നാൽ ഗ്രേക്കന്മാരുടെ തറവാടായിരിക്കുന്ന അഥവാ ഗ്രീക്കിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തത്വജ്ഞാനികൾ അവരും വിശ്വസിച്ചിരുന്നത് അറ്റ്ലസ് എന്ന് പറഞ്ഞ ജീവി ഈ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്നാണ്. കുറെ കൂടി അപ്പുറത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ നാം അറിയുന്ന പോലെ ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയെ താലം പോലെ പരത്തിയിട്ടിരിക്കുന്നു, മലകളാകുന്ന ആണി ഉപയോഗിച്ച് അനങ്ങാതെ അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്ന് 15-ാം സൂറത്ത് 19-ാം ആയത്തും 78-ാം സൂറത്ത് 6-7 സൂക്തങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിലേക്ക് വന്നാൽ വാൽമീകി രാമായണം, ബാലികാണ്ഡം 40-ാം സർഗം പരിശോധിച്ചാൽ 24 ആധ്യാത്മിക രാമായണത്തിലെ അഥവാ 40-ാം ബാലികാണ്ഡം പരിശോധിച്ചാൽ അതിൽ 39-40 പേജുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയെ 4 ദിഗംജങ്ങൾ ചുമന്നുകൊണ്ട് നിൽക്കുന്നുവെന്നാണ്. 4 ആനകൾ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഭൂമി വിലക്കുണ്ടാകുവാൻ കാരണം ഇതിന് ക്ഷീണം വരുമ്പോൾ തോളൊന്ന് മാറ്റിപ്പിടിക്കും. അങ്ങനെയാണ് ഭൂകമ്പത്തിന്റെ കാരണം കണ്ടുപിടിച്ചത്. എന്നാൽ ശാസ്ത്രമെന്ന ആശയം മനുഷ്യ ശബ്ദകോശം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ അങ്ങനെയല്ല രേഖപ്പെടുത്തിയത്. വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഭൂമിയെ അവൻ നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു. ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നതെന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം ഏതൊരർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നുവോ അതേ രീതിയിൽ തന്നെയാണ് ഇന്നേക്ക് 4000 ആണ്ടുകൾക്ക് അപ്പുറത്ത് ജീവിച്ചിരുന്ന ഊസ് ദേശീയനായിരുന്ന ഒമാനയിലെ സലാലിൽ ഇന്നും കല്ലറയുള്ള ഇയ്യോബ് എന്ന വ്യക്തിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂമിയുടെ ആകൃതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ദൈവഗ്രന്ഥം ഇപ്രകാരമാണ്. 90-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് ഭൂമി കേവലം പന്തുപോലെ ഉരുണ്ടതല്ല, ഭൂമി മണ്ഡലാകൃതിയാകുന്നുവെന്ന് BC 1440 മോശയിലൂടെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, എന്തിനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. BC 700 ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറയുന്നത്: ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു, സർവ്വജീവജാലങ്ങൾക്കും വസിപ്പാൻ തക്കവണ്ണം ഭൂമിയെ സജ്ജമാക്കിയിരിക്കുന്നു, മറ്റ് ഗ്രഹങ്ങളെ പോലെയല്ല. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഉണ്ടായ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യനുണ്ടായത്, മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇന്ന് ശാസ്ത്രം പറയുന്നത് ഈ ഭൂമി മുതൽ സൂര്യൻ വരെ വലിയൊരു പിണ്ഡമായിരുന്നുവെന്നും ആ പിണ്ഡം ഏതോ ഒരു കാരണത്താൽ പൊട്ടിത്തെറിച്ചുവെന്നും ആ പൊട്ടിത്തെറിച്ചത് ഒരു കഷ്ണമാണ് നമ്മുടെ ഭൂമിയെന്നും ആ ഭൂമിയിൽ അനവധി കാലം മഴ പെയ്യാതിരുന്നുവെന്നും ഏതോ ഒരു കാരണത്താൽ പിന്നെ മഴ പെയ്തുവെന്നും അങ്ങനെ മഴ പെയ്തതിന് ആദ്യമായി ജീവന്റെ തുടിപ്പായി അമീബയുണ്ടായെന്നും അമീബകൾ വീണ്ടും പരിണമിച്ച് ത്രിപാടി ജീവികളായി വീണ്ടും പരിണമിച്ചു, സസ്തനങ്ങളായി വീണ്ടും പരിണമിച്ചു, താഴ്ന്നേരം കുരങ്ങുകളായി വീണ്ടും പരിണമിച്ചു, ജാവ മനുഷ്യൻ, നിയാൻഡർതാൽ മനുഷ്യൻ, മനുഷ്യൻ, ഹോമോസാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട ആധുനിക മനുഷ്യനുണ്ടായെന്ന് ഇന്നത്തെ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം പഠിപ്പിക്കുന്നതും പഠിപ്പിച്ചിറങ്ങുന്നതും ഇവിടുത്തെ IAS-കാരും IPS-കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബുദ്ധിജീവികളും തത്വചിന്തകരും ഒരുപോലെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ശാസ്ത്രം എന്ന ഭാഷ്യമാണ് കൊടുക്കുന്നതെങ്കിൽ ശാസ്ത്രം വളർന്നു. ശാസ്ത്രം ഇന്ന് ജീനുകൾ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യന്റെ ജീനും മൃഗങ്ങളുടെ ജീനും തമ്മിൽ ചേരില്ല എന്ന് ശാസ്ത്രത്തിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ കേവലം കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായവനാണ് മനുഷ്യനെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ജീനും മൃഗങ്ങളുടെ ജീനും തമ്മിൽ ചേരാത്തത്? ഇന്ന് വരെ ഉത്തരം പറയുവാൻ അഥവാ ഒരു ശാസ്ത്ര ബുദ്ധിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അബദ്ധചടുലമായിരിക്കുന്ന ഈ തത്വശാസ്ത്രം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ഉത്തരം ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചുവെന്നാണ്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുവെന്നാണ്.
അങ്ങനെ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ഏത് ദൈവം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സൃഷ്ടിച്ചു? മിക്കവാറും പ്രത്യക്ഷവാദികൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. കാരണം ദൈവത്തെ ഒരിക്കലും ആരും ഒരിടത്തും വെച്ച് കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് ദൈവത്തിന്റെ ഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ യോഹന്നാനിൽ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവത്തെ കാണുവാൻ കഴിയാത്തത്? ദൈവത്തെ എന്തുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുവാൻ വന്നവരാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു, മരണത്തിനപ്പുറം മനുഷ്യന് ജീവിതമുണ്ടോ, ഒരു ന്യായവിധിയുമുണ്ടോ, ഒരു സ്വർഗമുണ്ടോ, ഒരു നരകമുണ്ടോ, ഒരു നിത്യമായ ജീവിതമുണ്ടോ ഇത്യാദി ചോദ്യങ്ങൾ, അനവധി ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മുടെ ഉപനിഷത്താചാര്യന്മാരും അവസാനം 108 ഉപനിഷത്തുക്കളിൽ ബൃഹദാരണ്യക ഉപനിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അസത്വോ മാ സദ്ഗമയ, തമസ്സോ മാം ജ്യോതിർഗമയ, മൃത്യോ മാം അമൃതംഗമയ. അല്ലയോ ഈശ്വര, ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. ഉപനിഷത്താചാര്യന്മാർ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഈശ്വര, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. അല്ലയോ ഈശ്വര, ഞങ്ങൾ മൃതിയിലാണ്, ഞങ്ങളെ അമൃതിലേക്ക് നയിക്കണമേ. കാരണം ഇതിന് ഉത്തരം പറയുവാൻ, ഞങ്ങളെ ജീവനിലേക്ക് നയിക്കുവാൻ, സത്യത്തിലേക്ക് നയിക്കുവാൻ, പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഈ ഇത്രമാത്രം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും ഇത്രമാത്രം അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊരുവൻ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് സന്തവസ്ഥ എന്ന മതഗ്രന്ഥം പരിശോധിച്ചാൽ അതിലും പറഞ്ഞിരിക്കുന്ന അന്ത്യമായി 3 പേർ വരും. അതിൽ അവസാനം വരുന്ന വ്യക്തിയായിരിക്കും സത്യത്തിന്റെ മനുഷ്യാവതാരം. അവനിലൂടെ മാത്രമേ ഈ ആത്യന്തിക സത്യത്തെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് ഗുരുമുഖി എന്ന പ്രത്യേക ലിപിയിൽ എഴുതിയ ഗ്രന്ഥ സാഹിബ് പരിശോധിച്ചാൽ അതിലും അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുരു രാതിരനാദിച്ച ഗുരു പരമദിവ്യതാം ഗുരു സൃഷ്ടിസിജംസ നിഗ്രഹാനുഗ്രഹാത്മകം ഹൃദം പഞ്ചവിധ ശാശ്വതം ഉപാസിതം ഗുരുഭജെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായിരിക്കുന്നെങ്കിൽ അഥവാ ഉപനിഷത്തുക്കൾ തന്നെ പറയുന്നത് ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്നാണ്. ആ ഗുരുവായിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്നവൻ ആ സാക്ഷാൽ ഗുരുഭൂമിയിലേക്ക് വരികയും ആ ഗുരുവിനോട് മാത്രമേ മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് അഥവാ വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെ കുറിച്ചാണ് ഈ 66 ഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്നത്. സംശയമുള്ളവർക്ക് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകം സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവാണ്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവാണ്. ലേവ്യ പുസ്തകത്തിൽ പാപപരിഹാരയാൽ ക്രിസ്തുവാണ്. സംഖ്യാ പുസ്തകത്തിൽ അടിക്കപ്പെട്ട ക്രിസ്തുവാണ്. ആവർത്തന പുസ്തകത്തിൽ മോശയെ പോലെ ഒരു പ്രവാചകൻ യേശുക്രിസ്തുവാണ്. അതുപോലെ ന്യായാധിപ പുസ്തകത്തിൽ നീതി നടത്തുന്നവനായ യേശുക്രിസ്തു. അതുപോലെ രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പാനായ ബന്ധു യേശുക്രിസ്തുവല്ലേ. രാജാക്കന്മാരുടെ 6 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ വാഗ്ദത്ത രാജാവ് യേശുക്രിസ്തുവാണ്. എസ്രായുടെ പുസ്തകത്തിൽ ആലയം പണിയുന്ന ക്രിസ്തു. നഹമ്യാവിന്റെ പുസ്തകത്തിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പാനായ ക്രിസ്തു. എസ്തേറിന്റെ പുസ്തകത്തിൽ മധ്യസ്ഥനായ ക്രിസ്തു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം അറിയുന്ന പോലെ വീണ്ടെടുപ്പാനായ ക്രിസ്തു. നാം അറിയുന്ന പോലെ പ്രിയ സ്നേഹിതന്മാരെ, നാം സങ്കീർത്തനങ്ങൾ വായിച്ചാൽ സർവ്വവല്ലഭനായ ക്രിസ്തു, സദർശവാക്യത്തിൽ നമ്മുടെ മാതൃകയായ ക്രിസ്തു, ഉത്തമഗീതത്തിൽ നമ്മുടെ സംതൃപ്തിയായ ക്രിസ്തു. 17 പ്രവചന പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ ക്രിസ്തു. സുവിശേഷങ്ങൾ 4 വായിച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിൽ മഹാരാജാതിരാജാവായിരിക്കുന്ന മശിഹാ രാജാവായ യേശുക്രിസ്തു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ദാസനായ ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനായ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായ ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ ക്രൂശിക്കപ്പെട്ട് ഉയർന്നതിനേറ്റ മശിഹായായ ക്രിസ്തു. 21 ഇടയലേഖങ്ങൾ വായിച്ചാൽ നല്ല ഇടയനായ ക്രിസ്തു. അവസാന പുസ്തകമായി വെളിപ്പാട് പുസ്തകം വായിച്ചാൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഈ ബൈബിൾ 1000 അല്ല, 10,000 അല്ല, എത്ര 1000 കണക്കിന് ഭാഷകൾക്ക് വിവർത്തനം ചെയ്താലും അക്ഷരപ്രശുദ്ധി വരാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഏക വ്യക്തിത്വം ഒഴുകി മുന്നേറുന്നതുകൊണ്ട് ഇതിനൊരിക്കലും വിവർത്തനങ്ങളെ ഭയക്കേണ്ട ആവശ്യമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവം തന്റെ തിരുവെഴുത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുകയും ആ യേശുക്രിസ്തു
എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്, എങ്ങനെയാണ് അടക്കപ്പെടുന്നത്, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെ സ്വർഗാരോഹണം ചെയ്യും, എങ്ങനെ സ്വർഗത്ത് മടങ്ങി വരും, എങ്ങനെ ഭൂമിയെ ഇനി ഭരിക്കും, എങ്ങനെ നിത്യതയിൽ അഥവാ ദൈവവും മനുഷ്യനും ഒരുമിച്ച് സ്വർഗീയ ജെറുസലേമിൽ കഴിയും, ഇത്യാദി കാര്യങ്ങളെയെല്ലാം ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് എഴുതി വെച്ചതിന് പ്രകാരം അഥവാ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അങ്ങെന്തിന് ഭൂമിയിലേക്ക് വന്നുവെന്ന് ചോദിച്ചാൽ, സർവജ്ഞാനിയായ, സർവശക്തനായ, നിത്യനായ, പരിശുദ്ധനായ അഥവാ സർവത്തിന്റെയും സൃഷ്ടാവാരിക ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആർക്കും ഒരു നാളും എന്തുകൊണ്ടാണ് ദൈവത്തെ കാണുവാൻ കഴിയാത്തത്? ദൈവത്തെ എന്തുകൊണ്ട് കാണുവാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുവാനേ നമുക്ക് കഴിയൂ, ഉത്തരം കൊടുക്കുവാൻ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ഒരുവൻ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ലോകത്ത് കാണുന്ന സമസ്ത മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കൊണ്ട് പാപിയായ മനുഷ്യനൊരിക്കലും ഈശ്വരനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കുക അസാധ്യമാണ് പ്രിയരെ. കാരണം ഈ ലോകത്തുള്ള സമസ്ത മനുഷ്യരും ഒരു മനുഷ്യന്റെ മക്കളാണ്. ദൈവത്തിന് ജാതി വ്യത്യാസമില്ല പ്രിയരെ. അതുകൊണ്ടാണ് ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുത്തിൽ നിന്ന് മനുഷ്യാദിയൊക്കെയും ഉളവാക്കിയിരിക്കുന്നു. ദൈവത്തിന് ജാതി വ്യത്യാസമില്ല. ദൈവത്തിന് ജാതി വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ പറച്ചുപറ്റ മന്ത്രികളും ഉണ്ടാകുന്നു. വരരുചിന്നൊരു ബ്രാഹ്മണന് ഒരു ഷണ്ടാളത്തി പെണ്ണിൽ ഒന്നിനു പുറകെ 12 കുട്ടികൾ ജനിക്കുമോ? ദൈവത്തിന് കറുത്തവൻ വെളുത്തവൻ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ ലോക ടെന്നീസ് താരമായി ബോണീസ് ബക്കർ എന്ന സായിപ്പിന് ഒരു നീഗ്രോ വനിതയിൽ ഒന്നിനു പുറകെ 3 കുട്ടികൾ ജനിക്കുമോ? ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീച തട്ടുകളില്ല. ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളായ എല്ലാ മനുഷ്യരും ആ ഒരേ ഒരു മനുഷ്യനായ ആദാം എന്ന മനുഷ്യൻ പാപം ചെയ്തു. അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളമായ മരണം സമസ്ത മനുഷ്യരിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 6:23 പറയുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. അങ്ങനെ സമസ്ത മനുഷ്യരും മരിക്കുവാൻ കാരണം മരിച്ചു മണ്ണായി പോകുന്നത് കൊണ്ട് എന്തുകൊണ്ട് ദൈവത്തിന്റെ അഥവാ ചോദ്യങ്ങൾക്ക് ദൈവത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച്, മനുഷ്യ സൃഷ്ടിയെ കുറിച്ച്, മനുഷ്യന്റെ മരണത്തെ കുറിച്ച്, മരണാന്തര ജീവിതത്തെ കുറിച്ച് ഉത്തരം പറയുവാൻ കഴിയില്ല പ്രിയരെ. അതുകൊണ്ടാണ് മറ്റൊരുത്തൻ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഋഷിവര്യന്മാരും പ്രാർത്ഥിച്ചു, പാഹിമാം പാഹിമാം ത്രാഹിമാം ത്രാഹിമാം. എന്താണ് കാരണം? പാഭോഗം പാപകർമ്മോഗം പാപാത്മാ പാപസംഭവം. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ ഭഗവത്ഗീത പറയുന്നു, ആവശ്യം മനഭോക്തവ്യം ഹൃതം കർമ്മം ശുഭ അശുഭം നഭുക്തം ക്ഷൈരേ കർമ്മകൽപ്പകൂടി സധൈര്യവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ബൈബിളും പറയുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും തക്കതായാലും പ്രായിപ്പാൻ തക്കവണ്ണം എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി നിൽക്കേണ്ടി വരും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവസന്നിധിയിൽ പാപത്തിന്റെ ശിക്ഷയേൽക്കേണ്ടി വരും. അങ്ങനെ പാപത്തിന്റെ ശിക്ഷ, ആ ശിക്ഷ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ആ ദൈവത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, എന്തിനെ കുറിച്ചും നമുക്ക് പഠിച്ചു മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നിനെ കുറിച്ച് പക്ഷികളെ കുറിച്ച്, അതുപോലെ വൃക്ഷങ്ങളെ കുറിച്ച് എല്ലാം നമുക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ദൈവം തന്നെ തിരുവാമൊഴിഞ്ഞ തന്റെ തിരുവചനമായിരിക്കുന്ന ദൈവഗ്രന്ഥത്തിലൂടെ ഇതാ വരുന്നു, പുസ്തകച്ചുല്ലനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുവാനായി നമുക്ക് കഴിയൂ. ഉത്തരം പറയുവാൻ വന്നവരാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, അല്ലയോ കർത്താവായ യേശുവേ, എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ കാണുവാൻ കഴിയാത്തത്? യേശുക്രിസ്തു മറുപടി പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ മനുഷ്യ ചക്ഷുസ് കൊണ്ട് കാണുക അസാധ്യമാണ് പ്രിയരെ. മനുഷ്യന്റെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്. മനുഷ്യന്റെ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾക്ക് വിധേയമായ ഒരു വസ്തുവിനെ അത് പ്രതിബിംബമാക്കിയുള്ളൂ. തീരുമാനങ്ങൾക്ക് അതീതമായതും അത് വിപരീത വസ്തുവിനെ കാണാൻ കഴിയില്ല പ്രിയരെ. അതുകൊണ്ടാണ് കണ്ടില്ല എന്ന കാരണത്താൽ ഒരു വസ്തു ഇല്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. എന്താണ് കാരണം? നമ്മിൽ ശ്വസിക്കുന്ന വായു നാം കാണുന്നില്ല, നമ്മിൽ തുടിക്കുന്ന ജീവൻ നാം കാണുന്നില്ല,
നാം ഉപയോഗിക്കുന്ന വൈദ്യുതി നാം കാണുന്നില്ല. ഇതെല്ലാം അനുഭവത്തിലൂടെ ഉണ്ട് എന്ന് സമ്മതിക്കുന്ന മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ ഹരി താര സൂര പാര പർവ്വതർവാലങ്കരണമായ ബ്രഹ്മാണ്ഡ ഘടാകത്തിന് ജന്മം കൊടുത്ത ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ പ്രപഞ്ചത്തിന് ശില്പിയുണ്ടെന്ന യാഥാർത്ഥ്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ ചോദിച്ചേക്കാം, ആ ശില്പി ആരാണ്? അങ്ങനെ ഒരു ശില്പി ഉണ്ടെങ്കിൽ ആ ശില്പിയുടെ കരവിരുത് എവിടെയാണ്? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഒരിക്കലും നിങ്ങൾ പേടിച്ചു പഠിക്കേണ്ട. കാരണം ശാസ്ത്രം എത്ര വളർന്നാലും സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമായാലും അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നും അഥവാ വിജയിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് അഥവാ നാം അറിയുന്ന പോലെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നാൽ BC 1440 കാലഘട്ടങ്ങളിൽ അഥവാ മോശ എന്ന ഇസ്രായേലിന്റെ തലക്കനം വന്ന പ്രവാചകനെ വിളിച്ചു പറഞ്ഞു, മോശേ, നീ എഴുതുക, ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതല്ല, ഇത് ഞാൻ സൃഷ്ടിച്ചതാണ്, എഴുതി വെക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മോശ എഴുതി വെച്ചു. പ്രിയരെ, അവിടെ ദൈവം എന്ന പദത്തിന് മോശ ഉപയോഗിച്ചത് എബ്രായ ഭാഷക്കാരനായ മോശ ദൈവം എന്ന് ഉപയോഗിച്ച് എലോഹീം എന്ന പദമാണ്. എലോഹീം എന്ന പദം എബ്രായ ഭാഷയിൽ 4 ആയി വർത്തിക്കാത്തതും 2 ആയി ചുരുങ്ങാത്തതുമായ ത്രിവാചിയ ഒരു ശബ്ദമാണ് പ്രിയരെ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവത്തെ ഇപ്രകാരമാണ് സറാഫുകൾ സ്വർഗത്തിൽ ആരാധിക്കുന്നത്. യെശയ്യാ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന അത്യന്ത ശക്തിയായ ദൈവത്തെ, യഹോവയായ ദൈവം പരിശുദ്ധൻ 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 4 പറഞ്ഞു കൂട്ടിയിട്ടില്ല, 2 പറഞ്ഞു നിർത്തിയിട്ടില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, സ്നേഹിതന്മാരെ, 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മസത്യയായിരിക്കുന്ന ഏക സത്യദൈവം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തനിക്ക് പ്രസാദമായപ്പോൾ താൻ തന്നെ ഈ ലോകത്തേക്ക് അവതരിച്ചു വന്നത്. ഇപ്രകാരമാണ് ഗബ്രിയേൽ ദൂതൻ കന്യകയായ മറിയയെ അറിയിച്ചു, മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ ശ്രീരത്നത്തോടാണ് അറിയിച്ചത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഇതെന്തോ ഒരു വന്ദനമെന്നാണ് മറിയ ചോദിച്ചത്. അപ്പോൾ പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മറിയ ചോദിച്ചു, ഞാൻ ഇന്ന് വരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഗബ്രിയേൽ ദൂതൻ വീണ്ടും പറയുകയാണ്, ദൈവത്തിന് കാര്യവും അസാധ്യമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവോത്തരം എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ പിതാവിന്റെ ശക്തിയാൽ വചനം ശരീരമായി തീർന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വാക്യങ്ങൾ വായിച്ചാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിലാൻ ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം മുഖാന്തരം സർവവും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ആ വചനം ശരീരമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ഭൂമിയിലേക്ക് ജന്മപാപമില്ലാതെ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ആട്ടിടയന്മാരോട് അറിയിക്കുകയാണ് ഗബ്രിയേൽ ദൂതൻ, സർവജനത്തിനുണ്ടാകുവാൻ മഹാസന്തോഷം ഞാൻ നിങ്ങളുടെ സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ബത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഈ ജനിച്ചു വീണിരിക്കുന്ന ശിശുവുണ്ടല്ലോ, ഇവനാണ് സൃഷ്ടികർത്താവ്. ഈ സൃഷ്ടികർത്താവായ ദൈവം എന്തിനാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്? സർവജനത്തിനുണ്ടാകുവാൻ മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭൂമി ജനിച്ചതല്ല സന്തോഷം, ഉണ്ടാകുവാനുള്ള സന്തോഷം. ഭാവി കാലത്തെ കുറിച്ചാണ് പറയുന്നത്. മരിച്ച് ജീവിതം കൊതിതീരെ ജീവിക്കാൻ കഴിയാതെ മരിച്ച് പാപത്തിന്റെ ശിക്ഷയേറ്റ് നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ മരണത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഇതാ മരണത്തെ തോൽപ്പിക്കുവാൻ മരണമില്ലാത്തൊരുവൻ ഈ ഭൂമിയിൽ വന്ന് മരണം വരിച്ച് മരണാധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരിക്കുന്ന അടിമയായിരിക്കുന്ന മാനവരാശിയെ വിടുവിക്കുവാൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു,
മക്കൾ മനുഷ്യർ ജഡരക്തങ്ങളാകിയാൽ അവനും അവരെ പോലെ ജഡരക്തം കൂടി ഈ ഭൂമിയിലേക്ക് മരണത്തിന്റെ അധികാരിയ പിശാചിനെ തന്റെ മരണത്തിൽ നീക്കുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു. അങ്ങനെ മരണത്താൽ മാനവരാശിയുടെ പാപത്തെ നീക്കുവാൻ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് അനന്തത വെടിഞ്ഞ് അവരിയില്ലാഗമിച്ച് അനന്തകോടി ജനങ്ങളുടെയും അതിഭയാനകമായ പാപം തന്റെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് പാപിയായ മനുഷ്യന് പകരക്കാരനായി കാലുകളുടെ ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ ഒരു അധമപാപിയെ പോലെ പാപിക്ക് വേണ്ടി മരിച്ച് മരണാധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ ഭൂമിയിൽ സഞ്ചരിക്കുകയും അഥവാ ശിഷ്യന്മാരും മറ്റുള്ളവരും നോക്കി നിൽക്കെ ലോകത്തിന് നാഭിയ എന്നറിയപ്പെടുന്ന പാലസ്തീനിലെ ഒലിവ് മലയിൽ നിന്ന് മേഘങ്ങൾ എടുക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ചോദ്യങ്ങൾ നാം ചോദിച്ചാൽ അതിന് മതിയായ ഉത്തരം പറയുവാൻ കഴിയുന്ന ഒരേ ഒരുവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ദൈവത്തെ മനുഷ്യൻ കാണാത്തതിന്റെ കാരണം ഒന്ന് ദൈവമാത്മാവാണ്. ആത്മാവായ ദൈവത്തെ മനുഷ്യന് കാണുവാൻ കഴിയുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ധനിലായ ഏകാധിപതിയായിരിക്കണം. തന്നിൽ തന്നെ ജീവനുള്ളവന് മാത്രമേ ദൈവം എന്ന് വിളിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ലോകചരിത്രം പരിശോധിച്ചാൽ തന്നിൽ തന്നെ ജീവനുള്ളവനെന്ന് ലോകചരിത്രത്തിൽ ഇന്നോളം അവകാശപ്പെട്ട ഒരേ ഒരു പുരുഷവിശേഷം അവനാണ് കർത്താവായ യേശുക്രിസ്തു. സംശയമുള്ളവർക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. അങ്ങനെ 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മശക്തിയായ ദൈവം തന്റെ പിതാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീർന്ന് ഈ ഭൂമിയിലേക്ക് വന്നു പ്രിയരെ. അതുകൊണ്ടാണ് യേശുക്രിസ്തു താനും തന്റെ ശിഷ്യന്മാരെ സുവിശേഷ ഘോഷണത്തിന് അയക്കുമ്പോൾ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിക്കണം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു 3 നാമങ്ങൾ പറഞ്ഞിട്ട് നാമത്തിൽ എന്ന് പറഞ്ഞത്? ഭാഷാശാസ്ത്ര വിധി പ്രകാരം നാമങ്ങൾ നല്ലേ പറയേണ്ടത്. എന്നാൽ 3 ദൈവങ്ങളല്ല പ്രിയരെ. 1+1+1 സമം 3 അല്ല. 1+1+1 സമം 1 3 വ്യക്തിത്വങ്ങളുടെ സാരശക്തിയായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ആത്മാവായ ദൈവം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് സെന്റ് പോൾ പറയുന്ന ഇപ്രകാരമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ ദൈവത്തിന്റെ അദൃശ്യതയും തന്റെ ദിവ്യത്വവും താൻ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇതിൽ തന്നെ ഒരു അസ്തിത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രിയരെ. അവന്റെ കയ്യൊപ്പ് ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 19-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ പറയുന്നത്, ദൈവം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനങ്ങൾ ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം തന്റെ അസ്തിത്വം ലോകത്തിൽ വെളിപ്പെടുത്തുകയായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിത, ആധുനിക ശാസ്ത്രം വെച്ച് പരിശോധിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ഒരാറ്റമല്ലേ? ഒരാറ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ 3 സെല്ലുകൾ ഒന്നായിരിക്കുന്നു. നാം ഈ ദൈവം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരു ദൈവം, ഒരാറ്റം. അനവധി ആറ്റങ്ങൾ കൂടുന്ന തന്മാത്രകൾ കൂടുന്ന പദാർത്ഥം എടുത്ത് പരിശോധിച്ചാൽ അതിലും കാണാം ഹരം, ദ്രാവകം, വാതകം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ദൈവം ഒരു വ്യക്തിയാണോ ശക്തിയാണോ? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അഥവാ ദേശീയ ഗാന രചയിതാവായിരുന്ന ടാഗോർ ഒരിക്കൽ പറഞ്ഞത്, അടുത്തു ചെല്ലുവാൻ, അഭയം ചെല്ലുവാൻ, അപേക്ഷകൾ നിരത്തി വയ്ക്കുവാൻ, അത് വ്യക്തിത്വമുള്ള, ആളത്വമുള്ള, സ്നേഹമുള്ള ഒരു ദൈവത്തെയാണ് മനുഷ്യന് ആവശ്യം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ ദൈവം ഒരു ശക്തിയാണോ ഒരു വ്യക്തിയാണോ? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ പഠിച്ചു മനസ്സിലാക്കുക മനുഷ്യന് അസാധ്യമാണ്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ഒരു ശക്തിയാണെന്ന്. അങ്ങനെ ഒരു പരാശക്തിയാണ് ദൈവമെങ്കിൽ നമുക്ക് അതിനോട് ബന്ധപ്പെടുവാൻ കഴിയുമോ? വൈദ്യുതി ഒരു ശക്തിയാണ്. അതുപോലെ പ്രകൃതിയിൽ അനവധി ശക്തികളുണ്ട്. ഇതുപോലെ കേവലം ഒരു ശക്തിയാണോ ദൈവം? അല്ല പ്രിയരെ, സർവശക്തനാണ് ദൈവം.
അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ദൈവം കൽപ്പിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന് ഉണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരത്തുറ്റ കരാങ്കുലിയുടെ കന്യവൈഭവമായി കാമ്യകലാ വസ്തുവായി ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് വനഞ്ഞ് അവന് ജീവശ്വാസം ഊതി. ആ ജീവശ്വാസം ഊതിയ മനുഷ്യനെ കുറിച്ച്, അവന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് ബൈബിൾ പ്രകാരമാണ്. ബൈബിളിലെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാം വാക്യം പറയുന്നത്, നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായ ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, ഒരു മനുഷ്യൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരു ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതുകൊണ്ടാണ് ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ആ ദൈവത്തിന്റെ പേരെന്താണ് നിങ്ങൾ ന്യായമായി ചോദിക്കണം. ആ ദൈവത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അതിനും ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന് 13-ാം വാക്യത്തിൽ, ഈ ആകാശത്തെ വിരിക്കുകയും ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത സൃഷ്ടാവായ ദൈവമാണ് യഹോവ. യഹോവ എന്നല്ലാതെ, എലോഹീം എന്നല്ലാതെ മറ്റൊരു നാമം ഉപയോഗിച്ചില്ല പ്രിയരെ. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, അതുകൊണ്ടാണ് 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായ ദൈവം. ഈ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, നിത്യനാണ്, പരിശുദ്ധനാണ്, സർവർക്കും സർവവും കൊടുക്കുന്ന മഹാദൈവമാണ്. ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ സൃഷ്ടിച്ചവനാണ്. ഈ മഹാദൈവം എവിടെയാണ് വസിക്കുന്നത്, എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നേക്ക് ഏകദേശം നാം അറിയുന്ന പോലെ തന്നെ ലോകത്ത് ഏറ്റവും ആദ്യം ദൈവത്തിന് ദൈവാലയം പണിതത് യഹൂദന്മാരാണ് പ്രിയരെ. എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുമായി സോളമൻ മഹാരാജാവ്, ആ മഹാരാജാവ് 7 വർഷം കൊണ്ട് അതിമനോഹരമായൊരു ദൈവാലയം പണിതു. ഇന്ന് വരെ ലോകത്താർക്കും അങ്ങനെ ഒരു ദൈവാലയം പണിയാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിൽ പണികഴിക്കപ്പെട്ട ആദ്യ ദൈവാലയം, ആ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുകയാണ്. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ 27-ാം വാക്യം വായിക്കുമ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം അജങ്ങളെ അറുത്തു. പോരാ, 20,000-ഓളം 1 വയസ്സ് പ്രായമുള്ള ചുവന്ന പശുക്കുട്ടികളെ അറുത്തു. ഇത്രമാത്രം നേർച്ച കാഴ്ചകൾ, പൊന്ന്, സർവ്വവിധ എല്ലാ കാഴ്ചകളും വെച്ചിട്ട് അവസാനം ഇപ്രകാരമാണ് സോളമൻ മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത്, അല്ലയോ ദൈവമേ, നീ അഖിലാണ്ടത്തിന് ഉടയവനായ ദൈവം, ഞാൻ പണിത ഈ ആലയത്തിൽ എങ്ങനെ ഒതുങ്ങും? സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങാത്ത സർവ്വവ്യാപിയായ ദൈവം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ദാർശനികന്മാരെ തറവാടെന്നറിയപ്പെടുന്ന ഗ്രീസിലെ അഥവാ അഥേനിയ എന്ന് പറയുന്ന ആ സുപ്രീം കോടതിയിരിക്കുന്ന അരിയോബയെ കുന്നിൽ നിന്നുകൊണ്ട് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്, ലോകവും അതിലുള്ള സമസ്തം ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയാതിൽ വസിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, ആ ദൈവം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു കുശവനാണ് കുടം മെനയുന്നത്. ആ കുശവൻ കുടത്തിൽ ഒതുങ്ങുമോ? അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം കേവലം മതങ്ങൾ നിർമ്മിക്കുന്ന മതമന്ദിരങ്ങൾ ഉറങ്ങുന്നവനാണോ? ഒരിക്കലുമല്ല. സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, നിത്യനാണ്, പരിശുദ്ധനാണ്. സർവത്തെയും ശക്തിയുള്ള വചനത്തെ വഹിക്കുന്ന ആ മഹാദൈവം ഇന്ന് കാണുന്ന ഒരു മതമന്ദിരത്തിലും ഉറങ്ങുന്നവനല്ല പ്രിയരെ. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, അതുകൊണ്ടാണ് ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം വസിപ്പാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. അതുകൊണ്ടാണ് മനുഷ്യ ഹൃദയങ്ങളിൽ വസിപ്പാൻ ദൈവം ആഗ്രഹിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചു, പാപിയായി തീർന്ന മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി ആ പാപിയിലേക്ക് വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ലോകചരിത്രം പരിശോധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, കണ്ടാൽ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാക്ഷാൽ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ ഇതില് മദ്യപിക്കാൻ പറ്റുമോ? പുകവലിക്കാൻ പറ്റുമോ? വ്യഭിചരിക്കാൻ പറ്റുമോ? പിടിച്ചു പറിക്കാൻ പറ്റുമോ? കൊലപാതകം ചെയ്യാൻ പറ്റുമോ? ഇന്ന് കാണുന്ന ഇത് അതിഭീകരമായിരിക്കുന്ന പാപ സ്വഭാവങ്ങളിൽ അഴിമതിയും അക്രമവും അരാജകത്വവും ചെയ്ത് സ്വന്തം സഹോദരന്മാരെ അരിങ്കൊല ചെയ്ത് ഭീകരവാദം നടത്തി നമ്മുടെ രാജ്യത്തിനും നമ്മുടെ വീടിനും നമ്മുടെ വ്യക്തി ജീവിതത്തിനും ഇങ്ങനെ ജീവിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ദൈവം യഥാർത്ഥമായ ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് വന്നാൽ ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന
ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവസ്നേഹമായ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് പറഞ്ഞത്, നിന്റെ കർണത്തടിക്കുന്നവന് മറുകരണം കടുത്തേ ചെകിട്ടത്തടിക്കുന്നവന് മറ്റത് കൂടി കാണിച്ചു കൊടുക്കുവാനാണ് പറഞ്ഞത്. നീ ശത്രുവിനെ സ്നേഹിക്കുക, ശത്രു വിശന്നാൽ തിന്മാൻ കൊടുക്കുക, അവനെ വേണ്ടി പ്രാർത്ഥിക്കുക, അവനെ അനുഗ്രഹിക്കുക എന്നാണ് പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇതുപോലെ പഠിപ്പിച്ചൊരു ഗുരുവരൻ, അവനാണ് സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ജീവനുള്ള ദൈവം, ജീവനുള്ള ആലയത്തിലേ വസിക്കുകയുള്ളൂ. ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് ജീവനില്ലാത്ത മതകേന്ദ്രങ്ങൾ, ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ, ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് നാം വിചാരിക്കുന്ന പോലെ തന്നെ അതുപോലെ നേർച്ച കാഴ്ച വഴിപാടുകൾ ആവശ്യം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നാം ഒന്ന് മനസ്സിലാക്കണം, ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ പറയുന്നത്, ദൈവം എന്ന് പറഞ്ഞാൽ സർവർക്കും സർവവും കൊടുക്കുന്നവനാണ്. അവൻ മനുഷ്യകളെ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് നമ്മുടെ മലയാളത്തിന് മധുരഗായകനായ ചങ്ങമ്പുഴയും വായിക്കുകയുണ്ടായി. ചങ്ങമ്പുഴ അർത്ഥവത്തായ ഒരു കവിത എഴുതി പ്രിയരെ, അതിപ്രകാരമാണ്: രണ്ടു തുട്ടേകിയിൽ ചുണ്ടിൽ ചിരിവരും തെണ്ടി അല്ലേ മതം തീർത്ത ദൈവം, പാൽപായസമേകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്നവൻ എന്ത് ദൈവം, കുർബാന ഏകയിൽ കൂസാദഭാവിയിൽ കൂറ് കാണിക്കുന്നവൻ എന്ത് ദൈവം. ചോദിച്ചത് ചങ്ങമ്പുഴയാണ്. മലയാള മണ്ണ് ബുദ്ധിയുള്ള അഥവാ 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം അറിയുന്ന മനുഷ്യ, ഞാനിന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ നേർച്ച കാഴ്ച വഴിപാടുകൾക്ക് മോക്ഷക്കച്ചവടം ചെയ്യുന്ന ഒരു ദൈവമാണോ? കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണഭങ്കുരമാണ്. 70-ഓ 80-ഓ വയസ്സ് മാത്രം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ, 70 വയസ്സൊരു വ്യക്തി ജീവിച്ചു എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ് ഒരു വർഷം എന്നിരിക്കെ 365 × 70 = 25,550 ദിവസമേ ഉള്ളൂ പ്രിയരെ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ 80 വയസ്സ് ജീവിച്ചാൽ 29,200 ദിവസമേ ഉള്ളൂ. 100 വയസ്സ് ജീവിച്ചാൽ 36,000 ദിവസമേ ഉള്ളൂ. അതിൽ പകുതിയും രാത്രിയെ ഉറങ്ങിപ്പോകുകയില്ലേ. അതിനുശേഷം പകുതി സമയം നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടിയുള്ളൂ. അതിൽ ശൈശവം 5 വർഷം പോയി, 7 വർഷം ബാല്യം പോയി, 12 വയസ്സായി, 8 വർഷം കൗമാരം പോയി, 20 വയസ്സായി. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ അഥവാ 7,300 ദിവസം, അതാണ് യൗവനം. അതിനുശേഷം കിട്ടുന്നത് വാർദ്ധക്യമല്ല പ്രിയരെ. അതുകൊണ്ടാണ് ഈ അല്പകാലത്തെ ജീവിതത്തിന് വേണ്ടി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആവശ്യം പോലെ പണം സമ്പാദിക്കുക, ഇതാണ് ഒരു മനുഷ്യന്റെ ജന്മം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഒരു മനുഷ്യൻ സമസ്ത ലോകവും നേടിയെങ്കിലും നീ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ തിന്നു കുടിച്ച് ആനന്ദിച്ച് രോഗസൗഖ്യവും ഭൂതസൗഖ്യവും കിട്ടി ലോകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ മതിയായിരുന്നു. എന്നാൽ ഈ സാക്ഷാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. അവന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മണ്ണ് കൊണ്ട് അവസാനിക്കുന്നവനല്ല മനുഷ്യൻ. ഒരുപക്ഷെ ഞാൻ ഇതിവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിഞ്ഞേക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആധുനിക ശാസ്ത്രത്തോട് ചോദിക്ക്, മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുമോ? ഇല്ലേ, ഇല്ല. എന്താണ് കാരണം? മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് കേവലം മണ്ണിലെ മൂലകങ്ങളല്ല പ്രിയരെ. ആ മൂലകങ്ങൾ അഥവാ മനുഷ്യൻ മരിച്ചാലും മണ്ണിലേക്ക് ലയിക്കുകയാണ്, അല്ലാതെ ഇല്ലാതായി തീരുന്നില്ല. അതുപോലെ മനുഷ്യനെ ചലിപ്പിക്കുന്ന ഊർജം എന്ന് പറയുന്നത് അതാണല്ലോ ജീവൻ. ഈ ഊർജം പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നില്ല എന്ന് ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചിട്ടില്ലേ. ലൂയി പാസ്റ്റർ തന്നെ അഥവാ പരീക്ഷണശാലയിൽ തെളിയിച്ചിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുന്നുവെങ്കിലും ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ചും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആശുപത്രിയിലെ ഡങ്കൻ മക്ടോൾ എന്ന ഡോക്ടർ, അദ്ദേഹം മരണാസന്നമായ രോഗികളെ അഥവാ തൂക്ക പരിശോധനയ്ക്ക് വിധേയമാക്കി. മരണശേഷം ഒരു തൂക്കനഷ്ടം എന്ത് സംഭവിക്കുന്നു? മരിച്ചുപോയി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനിൽ എന്താണ് നഷ്ടം വരുന്നത് അറിയുവാൻ വേണ്ടി അദ്ദേഹം ഒരു തൂക്ക പരിശോധന നടത്തി. വിവിധ പ്രായങ്ങളിൽപ്പെട്ട വിവിധ ശാരീരിക വ്യവസ്ഥതകളുള്ള മനുഷ്യനെ തൂക്കി നോക്കി. പക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ തൂക്ക വ്യത്യാസം കണ്ടെത്തുവാൻ കഴിഞ്ഞു. അത് എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തനായ ജാക്സൺ ഒലാബ് എന്ന് പറയുന്ന സ്പാനിഷ് ഡോക്ടർ, അദ്ദേഹം അഥവാ പ്രത്യേകം സംവിധാനം ചെയ്ത ത്രാസിൽ ഈ മനുഷ്യനെ തൂക്കി. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയപ്പോൾ അതിൽ കണ്ടെത്തി 21 ഗ്രാം വ്യത്യാസം വരുന്നുണ്ട്. മരണശേഷം ഏതൊരു മനുഷ്യനും 21 ഗ്രാമാണ് നഷ്ടമെന്ന് കണ്ടെത്തി. അതുകൊണ്ടാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കിലുമുണ്ട്, കുലയിലുമുണ്ട് ആത്മാവിന് ഒരേ വിലയുള്ളൂ, ഒരേ തൂക്കമുള്ളൂ, അത് 21 ഗ്രാം എന്ന് കണ്ടെത്തി. ഈ 21 ഗ്രാം വരുന്ന
ഈ ആത്മാവെന്ന് പറയുന്നത് ഈ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതിന് വ്യക്തിത്വമുണ്ടോ, അതിന് അസ്തിത്വമുണ്ടോ എന്നറിയുവാൻ വീണ്ടും പഠനം നടത്തുകയാണ്. ഞാൻ പറയുന്ന വിഷയത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ അഥവാ നെറ്റിൽ കയറിയാൽ ഇതിന്റെ ഞാൻ പറയുന്ന വിഷയം റെഡിയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അമേരിക്കയിൽ തന്നെ വില്യം ബെർണാണ്ടും എയർ വാട്ടേഴ്സും ഡോക്ടറും കൂടി വിൽസണിക് ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക പരീക്ഷണ പേടകം അടിച്ചു നോക്കാം നിങ്ങൾക്ക്. അങ്ങനെ വിൽസണിക് ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക പരീക്ഷണ പേടകത്തിൽ അദ്ദേഹം മരണത്തോട് വ്യക്തിയെ നിരീക്ഷിച്ചപ്പോൾ ആണ് മനസ്സിലായത് ഈ ആത്മാവെന്ന് പറയുന്നത് ഒരു വാതക രൂപമാണെന്നും ആ വാതക രൂപത്തിന് നമ്മുടെ ഭാഗ്യ ശരീരത്തിനെ പോലെ തന്നെയുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന വ്യക്തിത്വമുണ്ടെന്നും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മരണം കൊണ്ടൊരു മനുഷ്യൻ അവസാനിക്കുകയില്ല എന്ന് ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഏത് മതഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും ആ മതഗ്രന്ഥങ്ങളെല്ലാം പറയുന്നു മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ മരണശേഷമുള്ള ജീവിതം ഒരു സ്വർഗമുണ്ടോ നരകമുണ്ടോ ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് മറ്റെന്തിനെ കുറിച്ചും നമുക്ക് ഡോക്ടർമാരോട് ചോദിക്കാം, എഞ്ചിനീയർമാരോട് ചോദിക്കാം, അത് ശാസ്ത്രജ്ഞരോട് ചോദിക്കാം. എന്നാൽ സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന് മാത്രമേ സ്വർഗമുണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ലോകചരിത്രത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് കരകയറിപ്പോകും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഞാൻ ഈ ദേശത്തെ കടന്നു വന്നതുപോലെ വീണ്ടും എന്റെ ദേശത്തെ കടന്നു പോകുമെന്ന് പറയുന്ന പോലെ സ്വർഗം ഒരു സ്ഥലമാണെന്നും ആ സ്ഥലത്തിന് ഭൂമിയിലേക്ക് വന്നുവെന്നാണ് ഒരുപക്ഷെ ഒരു ഭാവനയെന്നാണ് പലരും ധരിച്ചു വെച്ചത്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയാൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, വാസസ്ഥലങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതൊരു ഭാവനയല്ല. അതുകൊണ്ടാണ് സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ബൈബിളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ BC 700 രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രിയരെ, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. സ്വർഗത്തിലെ ദൈവം വസിക്കുന്നത്, അഥവാ സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. അതുകൊണ്ടാണ് സ്വർഗവും നരകവും എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, സ്വർഗത്തിൽ കള്ളുഷാപ്പുണ്ടോ, കത്തിക്കുത്തുണ്ടോ, കൊലപാതകമുണ്ടോ, ആത്മഹത്യമുണ്ടോ, രാഷ്ട്രീയമുണ്ടോ, കള്ളക്കച്ചവടമുണ്ടോ, ലോകത്ത് കാണുന്ന അഴിമതികൾ സ്വർഗത്തിലില്ല. ഇനി നരകം ഇവിടെയാണെങ്കിൽ ഇവിടെ പാട്ടുണ്ടാകുമോ, പ്രാർത്ഥനയുണ്ടാകുമോ, ദൈവസ്നേഹത്തിന്റെ സുവിശേഷം കേൾക്കുമോ? ഒരിക്കലും ഇല്ല, പ്രിയരെ. അതുകൊണ്ടാണ് സ്വർഗം എന്ന് പറയുന്നത് യഹോവയുടെ സ്വർഗമാണ്, ആ ദൈവത്തിന്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എവിടെയെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. നിങ്ങൾ വായിച്ചെങ്കിലേ അറിവുണ്ടാകുകയുള്ളൂ. വായിക്കാത്തവരും വായിച്ച് അറിവ് സമ്പാദിക്കാത്തവരുമാണ് പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് തർക്കത്തിന് വരുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീഹര, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പുസ്തകം ഒന്ന് വായിച്ചിട്ട് ശാസ്ത്രവും വെച്ചൊന്ന് പരിശോധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കാൻ സ്നേഹിത, സ്വർഗം എവിടെ എന്ന് ചോദിച്ചാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രലോകങ്ങൾക്കപ്പുറത്ത് ഉത്തരദിക്കിൽ ദൈവത്തിന്റെ സിംഹാസനം എന്നാണ്. ഇന്ന് നക്ഷത്രലോകം എത്രയുണ്ടെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ നക്ഷത്രലോകങ്ങൾക്കപ്പുറത്ത്, ഈ ആകാശത്തിനപ്പുറത്ത്, ഈ കാണുന്ന നക്ഷത്രലോകങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ നക്ഷത്രത്തിന്റെ ഒപ്പം, അഥവാ ഉത്തരദിക്കിൽ ദൈവത്തിന്റെ സിംഹാസനൊപ്പം എന്റെ സിംഹാസനം ഞാൻ വെക്കുമെന്നാണ് ദൈവം സൃഷ്ടിച്ച ദൂതനായിരുന്ന ലൂസിഫർ പറഞ്ഞത്. അവനെയാണ് ദൈവത്തോട് സമമായി മത്സരിക്കുകയും ദൈവമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തവനെ താഴേക്ക് തള്ളിക്കളഞ്ഞു. അവനാണ് പിശാചായി തീർന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ആ സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം വരുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ഈ നവഗ്രഹങ്ങളിൽ ഈ സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഭൂമിയുടെ മുകൾ ഭാഗം? ന്യായമായൊരു ചോദ്യമാണ്. അതിന് ശാസ്ത്രം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, 23 ഡിഗ്രി ചരിഞ്ഞു നിന്ന് 1000 മൈൽ സ്പീഡിൽ കറങ്ങുന്ന 25,000 മൈൽ ചുറ്റളവുള്ള ഭൂമി, ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പറയുന്നത് 23 ഡിഗ്രി ചെരിഞ്ഞു നിൽക്കുന്നത് വടക്കോട്ട് ചെല്ലുന്തോറും ഉയർന്ന ഭാഗമെന്നും താഴോട്ട് വരുന്നവരും അഥവാ തെക്കോട്ട് വരുന്നവരും താഴ്ന്ന ഭാഗമെന്നാണ്. അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഭൂമിയെ നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു, ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ,
71% ജലമല്ലേ നമ്മുടെ ഭൂമിയിൽ, 29% കരയുള്ളൂ. അതുകൊണ്ട് കടലിൽ അകപ്പെട്ടുപോയ ഒരു കടൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ദിക്ക് നോക്കി യന്ത്രം വെക്കണമെങ്കിൽ ആ ദിക്ക് നോക്കി യന്ത്രം വെച്ചാൽ അത് എങ്ങോട്ടാണ് ഇരിക്കുന്നത്? വടക്കോട്ടാണ് ഇരിക്കുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിച്ചിരിക്കുന്നു. ഉത്തരദിക്കിൽ ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനം. അതുകൊണ്ടാണ് സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. അപ്പൊ സ്വർഗം എന്നൊരു സ്ഥലമുണ്ടെന്നും ആ സ്വർഗത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ലോകചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ തിരുമേനി എന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു മേനി കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം നേറ്റത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ഒരു നാളും കാണാൻ കഴിയാത്ത ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന ഫിലിപ്പോസ് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ ചോദിച്ച പ്രകാരമാണ്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അർത്ഥാൽ നമ്മുടെ എല്ലാം പിതാവായിരിക്കുന്ന, ആത്മാവായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, സർവജ്ഞാനിയായിരിക്കുന്ന, നിത്യനായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്ന, അടുത്തുകൂടാതെ പ്രകാശം വസിക്കുന്ന, അത്യന്ത ശക്തിയായിരിക്കുന്ന ദൈവത്തെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ യേശു ക്രിസ്തു മറുപടി പറഞ്ഞു, ഇത്രയും കാലം ഫിലിപ്പോസേ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ ദൈവത്തെ കണ്ടില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അർത്ഥാൽ ലോകചരിത്രത്തിൽ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ആരെല്ലാം സത്യസന്ധമായി ദൈവത്തെ അന്വേഷിച്ചോ അവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതാരബന്ധങ്ങളിൽ ചെന്ന് അഭയം പ്രാപിപ്പാൻ കാരണം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ലോകചരിത്രം പരിശോധിച്ചാൽ കടുകട്ടി യഹൂദനായിരിക്കുന്ന തർസോസുകാരൻ ശൗൽ, ആ ശൗലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവനെ പോലെ ഇത്രമാത്രം ഏകസത്യ ദൈവത്തിനു വേണ്ടി, ആത്മാവായ ദൈവത്തിനു വേണ്ടി, യഹോവയായ ദൈവത്തിനു വേണ്ടി അഥവാ തീവ്രവാദം ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ശേഷം എഴുതി വെച്ചു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹമായ രൂപമായി വസിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നവൻ ധന്യനായ ഏകാധിപതിയാണ്, അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, അവൻ അമർത്യനാണ്, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണ്, അവൻ മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്, അവൻ തക്ക സമയം പ്രത്യക്ഷത കൊടുക്കുന്നവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ ഗുണഗണങ്ങളെല്ലാമുള്ള ഒരേ ഒരു വ്യക്തിപ്രഭാവം ഇന്ന് വരെ പ്രപഞ്ചത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ എല്ലാം ദൈവവും രക്ഷിതാവും കർത്താവുമായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് മറ്റ് മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈശ്വരനെന്ന് നാം വിളിക്കണമെങ്കിൽ അഷ്ടഗുണാൽ പ്രധാനനായിരിക്കണ്ടേ. അണിമ മഹിമ ചൈവ ലിഗിമ ഗിരിമ തഥൈ ഈശ്വത്വം ജവശ്യത്വം പ്രകാശമേവച്ച. നിങ്ങൾ അമരഘോഷം ഒന്ന് വായിച്ചു നോക്കണം. അമരഘോഷം 40-ാം സർഗം വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന അണിമ മഹിമ ചൈവ ലിഗിമ ഗിരിമ തഥൈ ഈശ്വത്വം ജവശ്യത്വം പ്രകാശമേവച്ച, ഈ അഷ്ടഗുണങ്ങളും ഒരുപോലെ ഒത്തുണങ്ങിയ ഒരേ ഒരു വ്യക്തിപ്രഭാവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലയോ ക്രിസ്തു അങ്ങെന്തിനാണ് ഭൂമിയിൽ വന്ന്? രണ്ടാമത്തെ ഉത്തരം, പാപിയെ രക്ഷിപ്പാൻ അത്ര ഞാൻ ലോകത്ത് വന്നത്. ലോകചരിത്രത്തിൽ ഇന്നോളം പാപിയെ രക്ഷിപ്പാൻ ഞാൻ ലോകത്ത് വന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു അവതാര പുരുഷൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ചോദിക്കൂ നിങ്ങൾ മറ്റവതാര പുരുഷന്മാരോട്, അങ്ങെന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ പറയും, പരിത്രാണായി സാധൂനാം വിനാശായി ചതുഷ്കൃതാം. ഭാവികളെ കുന്നൊടുക്കി നീതിമാന്മാരെ രക്ഷിപ്പാൻ വന്നു. ഭാവി എല്ലാതിലൊരു നരനും ഭൂതലെ ഗോപശീലൻ ശിശുവെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഭാവിയെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു ഭാവിക്ക് വേണ്ടി മരിക്കുവാൻ. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, 6 ശത്രുക്കളുടെ കോടതി മാറി 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 വിസ്തരിച്ചില്ലേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 33 വർഷക്കാലത്തെ ഭൂമിയിലെ ജീവിതത്തെ? യേശു ക്രിസ്തു തന്നെ ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപബോധം വരുത്തും? ഇന്നോളം മാനവും മണ്ണും മുട്ടിക്കിടക്കുന്ന മശിഹായുടെ മഹത്തായ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ ഒരു മത തീവ്രവാദിക്കും കഴിഞ്ഞിട്ടില്ല, ഒരു നിരീശ്വരവാദിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു പ്രത്യക്ഷവാദിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു ബുദ്ധി രാക്ഷസനും കഴിഞ്ഞിട്ടില്ല പ്രിയരെ. കാരണം അവർ വേണ്ടതുപോലെ അതിലേറെ വിസ്തരിച്ചു നോക്കി. 6 കോടതികൾ മാറി മാറി വിസ്തരിച്ചില്ലേ? ആദ്യം റിട്ടയുടെ മഹാബലി ഹൈനാവ് വിസ്തരിച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും ആ കാലഘട്ടത്തിലെ മതത്തിന്റെ മാതാവെന്നറിയപ്പെടുന്ന യഹൂദ മതത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനായിരിക്കുന്ന ഹയഫാസ്
കയ്യാഫാസും വിസ്തരിച്ചു, ഒരു തെറ്റും കണ്ടില്ല. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയരെ. ഇന്ന് വരെ ലോകമതങ്ങളിൽ വെച്ച് ഏറ്റവും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ 613 ധാർമ്മിക പ്രമാണങ്ങളും 10 ആത്മീയ പ്രമാണങ്ങളുമുള്ള യഹൂദ മതത്തിന്റെ സന്നിധി സംഘം എന്ന കോടതി വിസ്തരിച്ചില്ലേ? ഒരു തെറ്റും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വീണ്ടും ഇതാ നാം അറിയുന്ന പോലെ പിലാത്തോസിന്റെ കോടതി വിസ്തരിച്ചു. ഈ മനുഷ്യന്റെ ദോഷം എന്തെന്നാണ് അവൻ ചോദിച്ചത്. വീണ്ടും ഗലീലായിലെ രാജാവിന്റെ അടുക്കലേക്ക് അയച്ചു. രാജാവും ഹെറോദാസ് അവനെ വിസ്തരിച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും അവനെ ഇതാ പീലാത്തോസിന്റെ കോടതിയിലേക്ക് വിട്ടു. പീലാത്തോസ് വിസ്തരിച്ച് വിധി എഴുതി, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ശത്രുക്കളുടെ കോടതി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇനി ശത്രുക്കളുടെ സാക്ഷ്യം പരിശോധിക്കുക. തന്നെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുത്ത് യൂദാസ് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു വന്നിരിക്കുന്നു. അവന്റെ വിസ്താരം നടക്കുമ്പോൾ റോമൻ ഗവർണറുടെ ഭാര്യ ഒരു കത്ത് കൊടുത്തയച്ചു, നിങ്ങളെ നീതിമാന്റെ കാര്യത്തിൽ ഇടവരരുത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അവനോട് കൂടെ തൂക്കപ്പെട്ട 2 കള്ളന്മാർ, അവരിൽ ഒരുവൻ ഇപ്പോൾ പറയുകയാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല, ലോകചരിത്രത്തിൽ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒരു കള്ളൻ തന്നെ സാക്ഷീകരിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയരെ. മരണം അഥവാ സാക്ഷ്യപ്പെടുത്തുവാൻ വന്ന റോമൻ ശതാധിപൻ 100 പട്ടാളക്കാരൻ അധികം വിളിച്ചു പറഞ്ഞു, ഞാൻ അനേകരുടെ മരണം ഞാൻ സാക്ഷീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊരു നീതിമാന്റെ മരണമാണ്. അവന്റെ മരണം കണ്ടുകൊണ്ട് മറ്റൊരു റോമൻ ശതാധിപൻ ഇതാ വിളിച്ചു പറയുകയാണ്, ഞാൻ സാക്ഷാൽ ദൈവപുത്രന്റെ മരണമാണ് കാണുന്നത്. ഇവന്റെ മരണത്തിൽ സൂര്യനിരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കലറ തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശീല മുകൾ അടിവരെയും കീറിപ്പോയി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ലോകചരിത്രത്തിൽ ഇന്ന് വരെ പാപം ചെയ്യാതെ പാപികൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ഇന്ന് കാണുന്ന ക്രിസ്തു മതവും അഥവാ ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല പ്രിയരെ. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ മനുഷ്യരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നവനാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ പലരും ഞങ്ങളുടെ എതിർക്കുന്നതിന്റെ കാരണം പാപത്തിന്റെ സ്വഭാവത്തെ പാലുപോലെ ആസ്വദിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ഈ ജീവനുള്ള ദൈവമായ ക്രിസ്തു ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് വന്നാൽ കഴിയുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനായി തീരും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ത്രമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു അറിയുന്നില്ലയോ? പരബ്രഹ്മമായിരിക്കുന്ന ആത്മാവ് അഥവാ മനുഷ്യ ഹൃദയത്തിൽ വന്നാൽ ഗാത്രം ക്ഷേത്രമാവും, സാക്ഷാൽ ബ്രാഹ്മണനാകും. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തു പറയാണ്, കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറയാൻ സമാധാനമില്ലാത്ത മനുഷ്യൻ, സന്തോഷമില്ലാത്ത മനുഷ്യൻ, നിരാശനായ മനുഷ്യൻ അഥവാ ആശയം നശിച്ച് നിരാശയിൽ നിബന്ധിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് പറയുകയാണ്, യേശുവേ, ഞാൻ പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടി 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഞാൻ ചെയ്ത പാപത്തെ, എന്റെ ജന്മകർമ്മ പാപത്തെ, എന്റെ മുഴുകാല പാപത്തെയും എനിക്ക് വേണ്ടി അങ്ങയുടെ പവിത്രമായ ശരീരത്തിൽ ഏറ്റെടുത്ത് എന്റെ പാപത്തെ ചുമന്നുകൊണ്ട് അങ്ങ് ക്രൂശിന്മേൽ കയറി. സ്നേഹിത, ആ ക്രൂശിലേക്ക് നോക്കുമോ നീ? നിനക്ക് വേണ്ടി അടിയേറ്റ ആ തിരുശരീരം അഥവാ ഒരു ഒളിവുചാല് പോലെ റോമൻ ചാട്ടുവാൾ ആഞ്ഞാഞ്ഞു പതിഞ്ഞു കീറിയതിന്റെ കാരണം ഞാനും നീയും പാപത്തിൽ ജനിച്ചു. പാപത്തിൽ ജീവിച്ചാൽ പാതാളത്തിനാടായി നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അനേകർക്ക് അപ്പം നുറുക്കി കൊടുത്ത, അനേക കുഷ്ഠരോഗം തൊട്ട് സൗഖ്യമാക്കിയ ആ സൗഖ്യദായകരങ്ങളിൽ കാര്യം പാണി വെച്ചടിച്ചത് സ്നേഹിത, ഞാനും നീയും ചെയ്ത പാപത്തിന്റെ ശിക്ഷ മരണശേഷം വലിയൊരു ന്യായവിധിയുടെ നരകത്തിലേക്ക് പോകേണ്ടി വരും. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുപ്പാദങ്ങൾ സത്യം, നീതി, ധർമ്മം, സ്നേഹം ഇതെല്ലാം കൊടുത്ത് ലോകത്തോട് സഞ്ചരിച്ച അല്ലയോ ആ പവിത്ര പാദങ്ങളിൽ എന്തുകൊണ്ട് കാര്യം പാണി വെച്ചടിച്ചു എന്ന് ചോദിച്ചാൽ, സ്നേഹിത, നീ പാപത്തെ പാലുപോലെ ആസ്വദിച്ച് ഇന്ന് എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, ആരെയും വെല്ലുവിളിക്കാം, ആരെയും എന്തും ഞാൻ ആരെയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ മുന്നോട്ട് പോകുന്ന മനുഷ്യ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ, നീ നടന്നെടുക്കുന്ന നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് പാപ വഴിയിൽ നിന്നും നമ്മെ ആ സത്യത്തിന്റെ, നീതിയുടെ, സ്നേഹത്തിന്റെ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടത്തുവാനാണ് ക്രിസ്തുവിന്റെ കാലുകളെ കാരിരുമ്പാണി വെച്ചടിച്ചത്. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങ് രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അങ്ങെന്തിനാണ് മുൾമുടി വെച്ചത്? ചോദിക്കൂ നിങ്ങൾ ക്രിസ്തുവിനോട്. സ്നേഹിത, ദൈവമുണ്ട് എന്നറിഞ്ഞിട്ടും, ആ ദൈവം ആത്മാവാണെന്നറിഞ്ഞിട്ടും, ആ
ദൈവം വിഗ്രഹങ്ങളിൽ ഒതുങ്ങാത്ത, ആലയങ്ങളിൽ ഒതുങ്ങാത്ത ജീവനുള്ള പ്രപഞ്ച സൃഷ്ടാവാന്ന് അറിഞ്ഞിട്ടും കണ്ണുണ്ടെങ്കിലും കാണാത്തതും, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തതും, വായുണ്ടെങ്കിലും സംസാരിക്കാത്തതും, കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത ഭൂമവിഗ്രഹങ്ങളെ ഉണ്ടാക്കി ദൈവങ്ങളെ ഉണ്ടാക്കുന്ന അലിയോ മനുഷ്യ. അതുകൊണ്ടാണ് വയലാർ ഇപ്രകാരം വയലാറിന്റെ കവിതകൾ രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അതുകൊണ്ടല്ലേ ഇവിടെ ഇത്രമാത്രം മതത്തിന്റെ പേരിൽ ഒന്നും രണ്ട് ലോകമഹായുദ്ധങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരിലേക്ക് കൊന്നൊടുക്കിയത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മനുഷ്യനെ കൊന്നു മറലോകത്ത് എന്നാൽ ഏത് ദൈവമാണ് സ്വർഗം കൊടുക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നീ കൊല ചെയ്യരുത്, നീ കൊല ചെയ്താൽ നിത്യ നരകത്തിന് യോഗ്യനായി തീരും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് മതങ്ങൾ ഉണ്ടാക്കിയ ദൈവങ്ങളെല്ലാം കൊല്ലൂ 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 എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, നീ വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചുപോകും. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചുപോകുമെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവരനുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്താണ് കാരണം? അവൻ സമാധാനത്തിന്റെ ദൈവമാണ്, സ്നേഹത്തിന്റെ ദൈവമാണ്, സന്തോഷത്തിന്റെ ദൈവമാണ്. അവന് പ്രത്യേക ജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീച തട്ടുകളില്ല. ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളായ നമ്മളെല്ലാവർക്കും വേണ്ടി ഇതാ സ്വർഗത്തിൽ നിന്നും നമ്മളെ രക്ഷിപ്പാൻ, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തി നമ്മെ ഇതാ സത്യത്തിലേക്ക് നയിക്കുവാൻ, സ്നേഹത്തിലേക്ക് നയിക്കുവാൻ, സമാധാനത്തിലേക്ക് നയിക്കുവാൻ, സന്തോഷത്തിലേക്ക് നയിക്കുവാൻ, നിത്യജീവനെ തരുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് മറ്റെല്ലാവരും മരണം കൊണ്ട് അവസാനിച്ചപ്പോൾ യേശുക്രിസ്തു മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാർ എന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ചു കൊല്ലും. ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ സ്നേഹിത, ഇന്നത്തെ ചരിത്രം പരിശോധിച്ചാൽ സത്യം പറയുന്നവനെ കല്ലെറിയുകയും സത്യം പറയുന്നവനെ ആക്രോശിക്കുകയും സത്യം പറയുന്നവനെ കഴിച്ചെടുക്കുകയും ചെയ്യുന്ന ലോകമല്ലേ ഈ ലോകത്തുള്ളത്? എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇത് തന്നെയാണ് ഞങ്ങളുടെ ഗുരുവരനായ യേശുക്രിസ്തുവിനും സംഭവിച്ചത്. ഈ സത്യം അറിയിച്ചു എന്ന കാരണത്താൽ, സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി എന്ന കാര്യത്താൽ, ഈ സമസ്ത മനുഷ്യനെ സ്നേഹിച്ചു എന്ന കാരണത്താൽ അവരവനെ ക്രൂശ് കൊടുത്തില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നെ ക്രൂശിച്ചു കൊല്ലും, ആ ക്രൂശിൽ ഞാൻ മരിച്ചാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലോക ചരിത്രത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ് ഈ ലോകത്ത് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു മഹിമാധരനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. പ്രിയ സ്നേഹിത, പറയുക മാത്രമല്ല ചെയ്തത്, മറ്റു മത നേതാക്കന്മാരെ പോലെയല്ല, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയല്ല. മരണത്തെ ജയിച്ച ക്രിസ്തു യേശുവിന്റെ പ്രഖ്യാപനം, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചു വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അധരം കൊണ്ട് ആണയിട്ട് രുദ്രം കൊണ്ട് മുദ്രയിട്ട ആചാര്യനായ ക്രിസ്തു, ആ ക്രിസ്തുവാണ് മരിച്ചു. 12 വയസ്സ് മാത്രം പ്രായമുള്ള യായോറോസിന്റെ മകൾ ആ ഭവനത്തിൽ ചെന്ന് ദുഃഖാർദ്രമായ കുടുംബത്തിൽ ആ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുഞ്ഞിനോട് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്ക. അവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, ഒരു വിധവയുടെ മകൻ മരിച്ചുപോയി. അവൻ മരിച്ച ദുഃഖത്തിൽ ആ വിധവ തേങ്ങി തേങ്ങി കരഞ്ഞ് ഇതാ വിലാപയാത്രയെ അവന് ശവമഞ്ചമായി കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു ശവമഞ്ചത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചെറുപ്പക്കാരായി എഴുന്നേൽക്ക. ആ നിമിഷം അവൻ ആ ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ പ്രിയരെ, സംസാരിച്ചില്ലേ? അവിടെ കൊണ്ട് തീർന്നു? ഇല്ല, മരിച്ചു, അടക്കപ്പെട്ടു. 4 ദിവസമായി നാറ്റം പറ്റിയ അവസ്ഥയിലെത്തിയ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ക്രിസ്തു വിളിച്ചു, ലാസാർ പുറത്തു വരിക. ആ നിമിഷം പുറത്തു വന്നില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ആ ക്രിസ്തുവാണ് വെല്ലുവിളിച്ചത്, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങൾ മൂപ്പന്മാരെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാനോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ലോക ചരിത്രത്തിൽ മറ്റെല്ലാ വ്യക്തിപ്രഭാവങ്ങളും മരണം കൊണ്ട് അവസാനിച്ചപ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ക്രിസ്തു,
അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല. ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളുടെ കഴുത്തെടുക്കുമായിരിക്കാം, പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ തള്ളുവാൻ കഴിയുന്ന ആ ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് സ്നേഹിത, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഏത് വമ്പനും കൊമ്പനും തമ്പുരാനും ഒരു നാൾ കമ്പം പിടിപ്പിക്കുന്ന ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ CCTV വെച്ച് ഇവിടുത്തെ അഥവാ എല്ലാ കടകളിലെയും മോഷണങ്ങളും ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മുടെ പോലീസ് കണ്ടെത്തുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ CCTV അതൊരു നാൾ അന്ത്യവിധി നാൾ ആ CCTV അഥവാ കാണിക്കും. അവിടെ ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അവൻ സംസാരിച്ചത്, അവൻ ചെയ്തത്, അവന്റെ ഹൃദയത്തിൽ കടന്നുപോയത്, അവന്റെ ചിന്താധാര, സമസ്ത കാര്യങ്ങളും കാണിച്ചാൽ ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, പാപിയായ മനുഷ്യന്റെ ഭയാനകമായ ശിക്ഷ എത്രമാത്രം ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പ്രിയരെ, ആ ന്യായവിധിയാണ് കാൽവരി ക്രൂശിൽ രണ്ട് കള്ളന്മാർ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മുൾമുടിയേറ്റ് നമുക്ക് വേണ്ടി മരണമില്ലാത്ത ദൈവം മരണം വരിച്ചത്. മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് ശിഷ്യന്മാർ നോക്കിയേക്കാലെ മേഘമെടുക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു. അനവധി കാര്യങ്ങൾ തെളിവ് സഹിതം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പുനരുത്ഥാനത്തെ കുറിച്ച് ശാസ്ത്രീയ സത്യങ്ങളിലൂടെ നിങ്ങളെ വെളിപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ലോകചരിത്രം പരിശോധിച്ചാൽ പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും പ്രസിദ്ധിയേറ്റ സോളമൻ തുടങ്ങിയ വിദ്വാൻമാരെല്ലാം കാലത്തിന്റെ യവനയിലേക്ക് പോയില്ലേ? ഞാൻ ചോദിച്ചൊരു ബുദ്ധൻ മരിച്ച് ഗയയിലടങ്ങിയില്ലേ? ഒരു സ്വാമി ശിവയിലടങ്ങിയില്ലേ? മുഹമ്മദ് നബി മരിച്ച് മെദീനത്തടങ്ങിയില്ലേ? മത്സ്യക്കൂർവരാഗസ്യ നരസിംഹസവാമന രാമോ രാമച്ച കൃഷ്ണകൾക്ക് ജനാർദ്ദന. 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണൻ മരിച്ച് വേടന്റെ അമ്പേറ്റ് കാലപുരിയിലേക്ക് വന്ന് ഭാഗവതം 10ാം സ്കന്ധം എഴുതി വെച്ചിരിക്കെ. ലോകചരിത്രത്തിൽ ഇന്ന് വരെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരേ ഒരുവൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരും. എന്തിനു വേണ്ടി? എന്നെ വിശ്വസിച്ചവരെ ചേർക്കുവാൻ ഞാൻ മടങ്ങി വരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഞങ്ങളുടെ കഴുത്തെടുത്താലും ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കാരണം ഇതിന് മുന്നേ പോയിട്ടുള്ളവർ ചത്ത് 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 വളർന്ന മാർഗമാണ് ഈ ക്രൈസ്തവ മാർഗം. കൊന്നു വളർന്ന മതങ്ങളെ, ഇസങ്ങളെ, തത്വചിന്തകളെ, കർമ്മകാണ്ഡങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ മരിച്ചവരിൽ ഉയർച്ചെഴുന്നേറ്റ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. ആ കർത്താവ് പറഞ്ഞ് ഞാൻ പോയതുപോലെ മടങ്ങി വരും. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ ക്രിസ്തുവിന്റെ 1ാമത്തെ ശിഷ്യനെ പത്രോസിനെ അവർ പിടിച്ചില്ലേ? അവർ കൊണ്ടുപോയി തലകീഴായി ക്രൂശിച്ചു കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. പിടിച്ചു അവർ ശിഷ്യനായ യോഹന്നാനെ അവർ കൈകാലുകൾ ബന്ധിച്ച് തിളച്ച എണ്ണയിലേക്ക് ഇട്ടില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. ഈ മാർഗം പിടിച്ചു അവർ ബർത്തലോമായി ജീവനോട് കഴുത്തിന് താഴോട് തൊലിയിരിച്ചു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നില്ല. ഈ പുനരുദ്ധാനത്തിന്റെ മാർഗം പിടിച്ചു അവർ മത്തായി വാളുകൊണ്ട് ഛേദനം ചെയ്തില്ലേ? പിടിച്ചു അവർ തഥായിയെ അവർ അമ്പെയ്ത് കൊന്നു കളഞ്ഞില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. ഈ മാർഗം അവർ പിടിച്ചില്ലേ? അതോ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ലേ ഈ മാർഗം? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, തോമാസ് ലിഹായെ പിടിച്ച് മൈലാപ്പൂർ വെച്ച് ശൂലത്തിന് കുത്തിക്കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ലേ ഈ മാർഗം? ആയിരങ്ങൾ ആർത്തിരമ്പി കാലുകളുടെ നടമ്പറിന്റെ വഴികൾ നടന്നു കയറി ആ രക്തപുഷ്പങ്ങളെ ചുംബിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രഭാതത്തെ മുത്തമിടുവാൻ ഈ മണ്ണിൽ ഇറങ്ങുമ്പോൾ ഇടിയുടെ വെടിയുടെ മഞ്ഞിൽ അടിപതരാതെ മുന്നേറി താടന പീഡന വിവാഹശക്തികളെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിനിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ഈ മേഘങ്ങളെ കടന്ന്, സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി കർത്താവിന്റെ സ്വർഗത്തിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അതുകൊണ്ട് മരണം കൊണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല. ഇവരെല്ലാം രക്തസാക്ഷികളായി ആയിരക്കണക്കിന് രക്തസാക്ഷികൾ 20 നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല പ്രിയരെ, ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങളുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളിൽ തങ്ങനവനും പാപത്തെ ജയിച്ച്, പാപത്തെ നീക്കി, മരണത്തെ നീക്കി ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ആ റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുന്ന അപ്പോസ്തലനായ പൗലോസ്, ആ പൗലോസിനോട് പറഞ്ഞു, നീ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞാൽ പൗലോസെ നിനക്ക് തുടർന്ന് ജീവിക്കാം, എന്നാൽ
യേശുക്രിസ്തുവിനായി നീ ഇനിയും ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്റെ കയ്യിലിരിക്കുന്ന മിന്നുന്ന വാളുണ്ടല്ലോ, നിന്റെ ചിരച്ഛേദനം ചെയ്യും. എന്നാൽ പൗലോസ് ശക്തമായി പ്രഖ്യാപിച്ചു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റുന്ന ഒരേ ഒരു മാർഗം, അതാണ് ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, പൗലോസ് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. ഈ ശരീരം വിട്ടാൽ ദ്രോഹങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, പാപമില്ലാത്ത, ശാപമില്ലാത്ത, യാതൊരു ക്ലേശങ്ങളില്ലാത്ത ഒരു പുത്തൻ ശരീരത്തിൽ, മരിക്കുവാൻ കഴിയാത്ത ശരീരത്തിൽ, തേജസ്സുള്ള ശരീരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാണപ്രിയനെ കാണും. അവന്റെ ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മുത്തമിട്ട നമ്മുടെ രക്ഷക നായകനായ ക്രിസ്തുവിന്റെ ആ തിരുമാറിലെത്തിച്ചേരും. അവിടെ കൊണ്ട് തീർന്നില്ല. രാജാവും കർത്താതി കർത്താവുമായി പാപത്തെ നീക്കിയവൻ, പാതാളത്തെ അതോ ജയിച്ചവൻ, അവൻ ഇവിടെ വരും. എന്തിനു വരും? ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കുവാൻ. ഏവൻ എന്ന തോട്ടത്തിൽ ദൈവസാധന ശിക്ഷിക്കപ്പെട്ട മനുഷ്യൻ, പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, അവൻ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ പർദീസ തിരിച്ചു കൊടുത്തുകൊണ്ട് ഭൂമിയിൽ ഇതാ 1000 വർഷം അവൻ നീതിയോടെ ഭരിക്കും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഇതാ സ്വർഗീയമായ ജെറുസലേമിലേക്കുള്ള പ്രവേശനം. ഇന്ന് വരെ ലോകത്ത് ആർക്കും പണിയുവാൻ കഴിയാത്ത, ആർക്കും സംവിധാനം ചെയ്യുവാൻ കഴിയാത്ത, ഭാവനയെ പോലും കാണാൻ കഴിയാത്ത അതിമനോഹരമായ ദൈവത്തിന്റെ ആ ആലയം, ദൈവത്തിന്റെ കൊട്ടാരം, അതിലേക്ക് നിത്യത മുഴുവൻ ഈ ക്രിസ്തുവിനെ പാടി സ്തുതിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് നിത്യത മുഴുവൻ പരമാനന്ദത്തിൽ കഴിയും. അതുകൊണ്ട് ദേഹത്തെ കൊല്ലുന്നവൻ നിങ്ങൾ ഭയക്കേണ്ട, ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ തള്ളുന്നവനെ ഭയപ്പീൻ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ക്രിസ്ത്യാനി എന്ന് പറയടാ, തല നിവർത്തി നേടാ. മരണത്തിന്റെ പേടിയില്ല. പിന്നെ കാരണം ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി, ഉയർത്താൽ ക്രിസ്തുവിനായി. ക്രിസ്തുവിനോട് 1000 വർഷം ഭൂമിയെ ഭരിക്കും, നിത്യത്തിൽ അവനോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ഈ മരണത്തെ ജയിച്ച മഹത്തായ പുനരുദ്ധാനത്തിന്റെ മാർഗത്തിലേക്കാണ് ചേരുവാൻ. ഈ ചക്കുളം ദേശത്ത്, ഈ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാവരോടും നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന രീതിയിൽ നമ്മുടെ ദൈവമെന്ന യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ മതം മാറണ്ട, മനം മാറിയാൽ മതി. പേര് മാറണ്ട, പ്രവൃത്തി മാറിയാൽ മതി. നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ട, നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ, മകനെ, ഞാൻ നിനക്ക് തുടിക്കുന്ന ജീവൻ തന്നു, ശ്വസിക്കുന്ന വായു തന്നു, കുടിക്കുന്ന വെള്ളം തന്നു, കാണുന്ന പ്രകാശവും തന്നു. ഇതൊന്നും നിനക്ക് വില കൊടുത്ത് മേടിക്കാൻ കഴിയില്ല. ഇതെല്ലാം തന്നു നിനക്ക് ആയുസ് തന്നു. നീ നരകത്തിലേക്ക് പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി കാൽവടെ കുരിശിൽ ഞാൻ നിനക്ക് വേണ്ടി പരമയാഗമായി, ദൈവനീതി ആവശ്യപ്പെടുന്ന നരകത്തിന്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ നിനക്ക് വേണ്ടി ചുമന്നൊഴിച്ചു. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഞാൻ ജീവിക്കുന്നു. നിനക്ക് മനസ്സുണ്ടോ നിന്റെ ഹൃദയം എനിക്കായി തരുവാൻ? പ്രിയ സ്നേഹിത, മറ്റാരും നിനക്ക് വേണ്ടി അടിയേറ്റിട്ടില്ല, നിനക്ക് വേണ്ടി തുപ്പേറ്റിട്ടില്ല, നിനക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടില്ല, നിനക്ക് വേണ്ടി ഭാരമേറെ കുരിശ് പേറിയിട്ടില്ല. നിന്നെ സ്നേഹിച്ച നമ്മുടെ ദൈവം, നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കാൻ സ്നേഹിത, ഈ പ്രസംഗത്തിന്റെ സമയത്ത് നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് ഭയമില്ല. കാരണം ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, ആ പുനരുദ്ധാന ശക്തി നമ്മൾ വ്യാപരിച്ചാൽ, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി ഈ ലോകത്തിന്റെ ശക്തിയല്ല, പിന്നെയോ ദൈവത്തിന്റെ ശക്തി, അത്യുന്നത ശക്തി ഞങ്ങൾ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല, രോഗത്തെ ഭയമില്ല, നിങ്ങളുടെ ആക്രോശങ്ങളെ ഭയമില്ല. ഈ ജീവന്റെ മാർഗത്തിലേക്ക്, ധൈര്യത്തിന്റെ മാർഗത്തിലേക്ക്, സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക്, ഈ ധീരതയുടെ മാർഗത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. അങ്ങ് പരമ മഹോന്നതനായ ദൈവമാണ്. അങ്ങ് എനിക്ക് വേണ്ടി മനുഷ്യനായി വന്നു, എനിക്ക് വേണ്ടി പാപമില്ലാതെ മനുഷ്യനായി അവതരിച്ചു. എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് അങ്ങ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. അങ്ങ് മടങ്ങി വരും. ആ ക്രൂശിലെ കള്ളനെ പോലെ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു എന്നെയും ഓർക്കണമേ. ആത്മാർത്ഥോടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, പ്രിയ സ്നേഹിത, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനായി. ഒരു കാലത്ത് മദ്യശാപ്പ് നടത്തി, മദ്യം കഴിച്ച്, രാഷ്ട്രീയം കളിച്ച്,
ലോകത്ത് നിങ്ങളെ പോലെയൊക്കെ എന്തിനേയും വെല്ലുവിളിച്ച് ജീവിച്ച് അയോധന കലകളെല്ലാം പഠിച്ച് അത്യാവശ്യം മർമ്മവിദ്യകളെല്ലാം പഠിച്ച് തിരുമ്പും കാര്യങ്ങളെല്ലാം പഠിച്ച് ഈ പറയുന്ന രീതിയിലൊക്കെ ജീവിച്ച എന്നെ പോലെയുള്ള പാപിയായ ഒരു മനുഷ്യൻ ഇന്ന് നിങ്ങളുടെ ആക്രോശത്തിനും ആക്രമണത്തിനും അതുപോലെ നിങ്ങളുടെ വെല്ലുവിളിക്കുമെല്ലാം ഞാൻ ഇന്ന് വളരെ വിനേധനായി നിൽക്കുവാൻ കാരണം ഈ സ്നേഹസ്വരൂപനായ ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഈ സഹോദരന്മാർ ഇവരെല്ലാം ഓരോ തൊഴിലുള്ളവരാണ്. എന്നിട്ട് ആ തൊഴിലെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് മതം മാറ്റുവാനല്ല, മഹാസ്നേഹമായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് തരുവാനാണ്. മനസ്സുണ്ടോ നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ? മനസ്സുണ്ടോ ഈ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ? ഇവനെ പോലെ ആരാധിക്കാൻ കൊള്ളാവുന്ന, ഇവനെ പോലെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന, ഇവനെ പോലെ അനുകരിക്കാൻ കൊള്ളാവുന്ന വേറൊരു വ്യക്തിപ്രഭാവം ഇല്ല പ്രിയരെ. ഏത് പുസ്തകം വെച്ച് എഴുതി വെച്ച പുസ്തകം വെച്ച് സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളല്ലേ നാം എല്ലാവരും പാപികളല്ലേ? നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി ഉയർത്തവൻ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവൻ ഒരുവരേ ഉള്ളു, ക്രിസ്തു. അതുകൊണ്ടാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട മറ്റൊരു നാമം ഈ ആത്മരക്ഷയ്ക്കായി, മനുഷ്യരക്ഷയ്ക്കായി സ്വർഗത്തിൽ പോകുവാൻ ഇല്ല പ്രിയരെ. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക, നിത്യ പങ്കാളിയായി തീരുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഞാൻ പ്രസംഗിച്ച വിഷയത്തെ കുറിച്ചുണ്ടെങ്കിൽ കൃത്യമായി എഴുതി തന്നാൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ ഞാൻ മറുപടി പറയും. അതുകൊണ്ട് എന്തെങ്കിലും പ്രസംഗിച്ചിട്ട് പോണ ജോലി എനിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, എനിക്ക് എഴുതി തന്നാൽ വ്യക്തമായും ശക്തമായും ദൈവ തിരുവെഴുത്ത് വെച്ചുകൊണ്ട് യേശു ക്രിസ്തു അല്ലാതെ വെളിപ്പെട്ടൊരു ദൈവമില്ല എന്നും അവനല്ലാതെ ലോകരക്ഷകനില്ല എന്നും സ്ഥാപിച്ചുറപ്പിച്ച ആശയം കൊണ്ട് സ്ഥാപിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുകയുള്ളൂ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, അവൻ രാഷ്ട്ര സ്ഥാപകനുമല്ല, അവനൊരു തത്വചിന്തകനല്ല, അവനൊരിക്കൽ തീർത്ഥാടകനല്ല, അവൻ സത്യമായ ദൈവമാണ്. അതുകൊണ്ട് ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വേഗം തന്നുവെന്നും നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക, നിത്യയുടെ പങ്കാളിയായി തീരുവാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങളോട് വന്നത്. നിങ്ങൾ ലോകമൊക്കെയും പോയി ഈ സുവിശേഷം പ്രസംഗിക്കണമെന്ന ആ ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം വന്നു. ഈ സത്യസുവിശേഷം നിങ്ങൾ പ്രസംഗിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ സുവിശേഷം തള്ളിക്കളഞ്ഞാൽ വരാൻ പോകുന്ന വലിയൊരു ന്യായ ബുദ്ധിമുട്ട്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, ബൈബിൾ പറയുകയാണ്. ഒരുത്തൻ അതിന്മേൽ ഇരിക്കുന്നു കണ്ടു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. ഈ തീ പൊയ്ക രണ്ടാമത്തെ മരണം. അതുകൊണ്ട് നിത്യ നരകത്തിലേക്ക് ആരും പോകാതിരിപ്പാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക, നിത്യയുടെ പങ്കാളിയായി തീരുവാൻ ഈ ദേശത്തെ ഈ വചനം കൊണ്ട് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരേ ഒരു അച്ഛന്റെ മക്കളായ നമ്മളെ ഈ ദൈവം സ്നേഹിക്കുന്ന യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, ഈ നിത്യജീവനെ പ്രാപിക്കുക, പുനരുദ്ധാനം പ്രാപിച്ച് സ്വർഗത്തിൽ പോവുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.